ഷിമ്മി ഈ അത് പിന്നെ അവര് ഇവിടെ മാനന്തവാടി ഇവിടെയുള്ള അവിടെയുള്ള വിങ്സിലാണ് അഡ്മിറ്റ് ആണ്, ICUവിലാണ്. പെട്ടെന്ന് അവള് പറയുന്നത് സർക്കുലേഷൻ വന്നു ചേച്ചി, അത് കട്ട തെറിച്ചു, ഇങ്ങനെ ഹാർട്ടിലേക്ക് തെറിച്ചു, എന്നിട്ട് സർക്കുലേഷൻ വന്നു, കട്ട തെറിച്ചു എന്ന് തന്നെയാണ് ഈ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ വന്നു, അത് ഇപ്പൊ സർജറി പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ ഷിമ്മി എന്താ ചെയ്യപ്പെടുക. അന്ന് ഞാൻ മനോജ് സാറിനെ വിളിച്ചു, മനോജ് സാറ് കോണ്ടാക്ട് ചെയ്തു. അന്ന് സുധീർ ഡോക്ടറിനെ ഞങ്ങൾ സംശയത്തിന് വിളിച്ചു. അങ്ങനെ എന്തായാലും ആ കൊച്ച് ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോയി. അതിനെച്ചാൽ പൊടിഞ്ഞാണ് ഇത് തീർച്ചത്, അല്ലെങ്കിൽ കൊച്ചിന്റെ കാര്യത്തിൽ പ്രശ്നമായിരുന്നു. അതാണ് നമ്മുടെ സർക്കുലേഷന്റെ ഈ ബ്ലഡ്, നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ പവർ അതാണ്. പൊടിഞ്ഞിട്ട് തെറിച്ചത് കൊണ്ട് ആ കൊച്ച് 1 മാസം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഡിസ്ചാർജ് ആയി. അത് വീട്ടിൽ വരികയും ഞാനും വിജയൻ സാറും ഞങ്ങൾ ടീമെല്ലാം കൂടെ അവിടെ പോയി അവരെ കാണാൻ വേണ്ടി ചെല്ലുമ്പോ ഞങ്ങൾ അന്നേരം പറഞ്ഞു മോന് പെട്ടെന്ന് മാട്രസ് കൊടുക്കണ്ട, കുറച്ച് ഉപയോഗിച്ചു. അപ്പൊ ഹസ്ബൻഡ് ആ സമയം കൊണ്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. എങ്ങനെയായാലും 1.5 മാസം കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ ആ ഹസ്ബൻഡിന്റെ കാലും ഞങ്ങൾ ചെല്ലുമ്പോ പറമ്പിൽ നിന്ന് ആ കൃഷി കയറി വരുന്നു. അത്ഭുതപ്പെട്ടു. അത്രയും മിറാക്കിൾ റിസൾട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ മിറാക്കിൾ വന്നത് നമ്മുടെ ഇവിടെ താമരശ്ശേരി കൂടത്തായിൽ തന്നെ ഉള്ള ഒരാൾക്ക് ഇതേപോലെ കാല് ഷുഗർ വന്ന് പഴുത്ത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കോളേജ്. ആ രീതിയിലുള്ള ഒരാൾക്ക് ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് പറഞ്ഞ തന്നെ 2 മാസം കൊണ്ട് കാല്, ഇതൊക്കെ നമ്മൾ ഇഷ്ടമാതിരി കേട്ടേക്കുന്ന റിസൾട്ട് ആണ് എങ്കിൽ പോലും കാല് കൃത്യമായിട്ട് അത് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല റിസൾട്ട്, നല്ല ഉണങ്ങി വന്നു കാല്. ആ രീതിയിൽ അത്രയും ഒത്തിരി റിസൾട്ട് ഉണ്ട്. പക്ഷെ ഇന്ന് മുഴുവൻ പറഞ്ഞാൽ എന്റെ റിസൾട്ട് തീരില്ല. എങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ റിസൾട്ടിനായിട്ട് എത്രയും വേഗം എല്ലാവരും വേഗം കയറി വന്ന് റിസൾട്ട് പറയാൻ വേണ്ടി പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, ഞാൻ സഹീർ ടി.എം. മൂവാറ്റുപുഴ. അബ്ബാസ് സാറിന്റെ ഹലോ, പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ്. ഞാൻ ബയോട്ടോറിയ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല കൂർക്കമ്പലിയായിരുന്നു. ആ ബെഡിൽ കിടന്നിട്ട് ആശ്വാസമുണ്ട്. പിന്നെ കൈകാല് വേദനയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പെയിന്റിങ്ങിന്റെ ജോലിയാണ്. പെയിന്റിങ്ങിന്റെ ജോലി കഴിഞ്ഞ് വരുമ്പോ വളരെ ബുദ്ധിമുട്ടൊക്കെയാണ്. കൈകാല് വേദന, പരമാവധി ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അതൊക്കെ ആശ്വാസം കിട്ടി, മാറി തുടങ്ങി. വീണ്ടും ഞാൻ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ പലരോടും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നല്ലതാണെന്ന് പറഞ്ഞിട്ട് പലരും അത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആളുകളോട് സംസാരിക്കണമെന്ന് എനിക്കുണ്ട്. ഓക്കെ, എന്നാൽ നമസ്കാരം. ഇത് ഷാജി റസാഖാണ്. കളമശ്ശേരി പഠിക്കുന്നത്. ഞാൻ അഭിലാഷ് ജി യൂണിവേഴ്സിറ്റിയുടെ കേട്ടിരിക്കുന്നതാണ്. ഞാൻ എന്റെ പറയാറുണ്ട്. എനിക്കിപ്പോ ഒരു 3-4 ദിവസം മുമ്പ് എനിക്കൊരു അനുഭവം റിസൾട്ട് കിട്ടി. അപ്പൊ അതിന്റെ ആ റിസൾട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് നല്ലൊരു നീര് പോലെ എനിക്ക് നന്നായിട്ട് വീർത്ത് ഒരു വലത്തെ കണ്ണ് നന്നായിട്ട് നീര് വന്ന് ഒരു വലിയൊരു കുരുവൊക്കെ വന്ന് അത് അങ്ങനെ വന്നൊരു ഉണ്ടായി. അപ്പൊ ഞാൻ എനിക്ക് വന്നിരുന്ന സാറേ, എനിക്ക് അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് മാറ്റിയിരുന്നു. പക്ഷെ ഞാൻ എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല, എവിടെയും പോയില്ല. നമ്മുടെ നമ്മുടെ പെയിൻ റിലീഫ് ബാൻഡ് നമ്മുടെ തലയിൽ കെട്ടി നമ്മുടെ വാട്ടർ റിജക്ട് ബാൻഡിൽ വെള്ളം കൊണ്ട് മുഖം നന്നായിട്ട് ഒരു എല്ലാ ദിവസത്തിലും ഒരു കുറെ പ്രാവശ്യം ഞാൻ കഴുകി. കണ്ണിന് നന്നായിട്ട് അടിച്ച് കണ്ണിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ഈ കൺവെഷൻ കൊടുക്കുന്ന പോലെ വെള്ളം ഞാൻ അങ്ങോട്ട് ഇതാക്കി കൊടുത്തു. ഇവിടെയൊക്കെ നീരുണ്ടായിരുന്നു. ഇടത്ത് കണ്ണിനും നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ അങ്ങനെ ചെയ്തു. എനിക്ക് കൂടുതലും വൈകുന്നില്ല. 1-2 മണിക്കൂറിൽ എനിക്കത് ശരിയായി. ഇപ്പൊ നല്ല രീതിയിൽ എനിക്ക് യാതൊരു വേദനയില്ല, നീരില്ല, ഒന്നുമില്ല. ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ നമ്മുടെ പറയുന്നത് മനോഹരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മാറും. ഇതിനു മുമ്പ് എനിക്ക് കുറെ റിസൾട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കോൺസ്റ്റിപ്പേഷൻ, ഞാൻ ഒന്നുകൂടി പറഞ്ഞ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. കൈകാല് വേദന, കാലുമുട്ട് വേദന, യൂറിനറി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ധാരാളം പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റോട് ഈ ഒരു 1 മാസത്തെ ഉപയോഗം കൊണ്ട് തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ പുതിയായിട്ട് വന്ന ആൾക്കാരോട് ഞാൻ പറയാണ്, ഏറ്റവും ധൈര്യമായിട്ട് ദൈവികമായ സ്ഥലത്താണ്
ദൈവികമായ ഒരു പ്രൊഡക്റ്റാണ് ഉപയോഗിക്കാൻ പോകുന്നത്. എന്തായാലും ഉൽപ്പന്നത്തിലൂടെ നമുക്ക് ആരോഗ്യം സമ്പത്തും നന്നായിട്ട് നേടാൻ പറ്റും. ധൈര്യമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുക. സാർ, സാറിന്റെ റിസൾട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് സാർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ആ റിസൾട്ട് അടിപൊളി റിസൾട്ട്. ഓക്കെ, താങ്ക് യു സാർ. അടുത്തയാള്. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ ഭാസ്കരൻ വടകരയാണ്. ഭാസ്കരൻ വടകര. കേൾക്കുന്നുണ്ട് സാറേ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. എനിക്ക് കിതപ്പ് രോഗമായിരുന്നു. ഹാർട്ടിന്റെ വാൾവിന് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് കിതപ്പായിരുന്നു. അപ്പൊ കിതപ്പായത് കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റിയില്ല, വീട്ടിൽ തന്നെ കിടപ്പിലായിരുന്നു. അങ്ങനെയാണ് ഒരാൾ എന്നോട് ഈ മാഗ്നറ്റിക് തെറാപ്പിയെ പറ്റി പറയുന്നത്. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും അങ്ങനെ ഓരോരുത്തർ അനുഭവം കേൾക്കുകയും ഞാൻ ഈ പ്രോഡക്റ്റ് തൽക്കാലം വാങ്ങി അത് ഉപയോഗിച്ച് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു പവർ കിട്ടിയ പോലെ, ഒരു നല്ല ഉഷാറ്, ഒരു ഉന്മേഷമൊക്കെ കിട്ടി. അങ്ങനെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റി. അതുവരെ നടന്നുകൂടാത്ത ഞാൻ പെട്ടെന്ന് നടക്കാനൊക്കെ എനിക്കൊരു ഉത്സാഹം വർദ്ധിച്ചു. അങ്ങനെ ഞാൻ ഒരാൾക്ക് പ്രോഡക്റ്റ് കൊടുത്തു. ഒരു സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ഞാൻ കൊടുത്തു. അങ്ങനെ അതെന്റെ ബന്ധു തന്നെയായിരുന്നു. അപ്പൊ അയാൾക്ക് പ്രോഡക്റ്റ് കൊടുത്ത് ആദ്യം അവള് വെള്ളം കുടിക്കാൻ പറഞ്ഞു, ഇത് കൈക്ക് കെട്ടാൻ വേണ്ടി പറഞ്ഞു, റിസ്റ്റ് പാഡ് കെട്ടാൻ പറഞ്ഞു, ബെഡിൽ കിടക്കാൻ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു അവർ കൃത്യമായി ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2 മാസം കൊണ്ട് അവരെ സ്ട്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും അവർ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ പിന്നീട് ഞാൻ ഒരാൾക്ക് ഈ വെരിക്കോസിന് ഉള്ള ഒരാൾക്ക് കൊടുത്തു. അവർക്ക് നല്ല ഒരാഴ്ച കൊണ്ട് തന്നെ അവർക്ക് വെരിക്കോസ് വേദനയൊക്കെ കുറഞ്ഞു. ഇപ്പോൾ വളരെ സുഖമായിട്ടിരിക്കുന്നു, വളരെ ഹാപ്പിയാണ്. പിന്നെയും ധാരാളം ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ശ്വാസം മുട്ടലിന് കൊടുത്തിട്ടുണ്ട്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. രക്തവാതത്തിന് കൊടുത്തിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടി. ഇപ്പോഴും ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, നല്ല റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ കൂടുതൽ ആൾക്കാർ പറയാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തൽക്കാലം ചുരുക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. സാറ് മാഷ് എന്ത് പറഞ്ഞാലും ഇത്രയും കാലം കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ നല്ല സെയില്, നല്ല രോഗികളെ അവർക്ക് സമ്പത്തും ആരോഗ്യവും പ്രദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാറിന് ഓക്കെ, ബിഗ് സല്യൂട്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ. അടുത്തയാണ് സാറേ, പറഞ്ഞോളൂ. എന്റെ പേര് സലീം എന്ന് ഇവള് പറയാനുള്ളത്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. നമ്മളിതിന് എന്തുകൊണ്ടാണ് മാറ്റിയിരിക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ 2 മാസം കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 22-ാം തീയതി കൊടുത്താണ് ആ വ്യക്തിക്ക് വളരെ, അതായത് കണ്ണ് കാണാൻ പറ്റൂല, കണ്ണിന്റെ സൂക്ഷ്മത പോയി, കണ്ണിന് കാണാൻ പറ്റൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ കണ്ണ് തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ 2 മാസവും 1 ദിവസമായിട്ടുള്ള 2 മാസം 3 ദിവസമായിട്ടുള്ള ഇന്നക്ക് ആ കണ്ണ് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ ആ വ്യക്തിക്ക് ഉണ്ട്. ഡോക്ടർമാര് വിധി എഴുതിയത് എന്ന് വെച്ചിട്ട് ഞാൻ ഡോക്ടർമാരെ മരുന്നിനെ ഒന്നും കുറ്റം പറയുന്നതല്ല. ഡോക്ടേഴ്സൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഈ സൂമില്. അപ്പോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മിറാക്കൽ റിസൾട്ട്. അപ്പൊ ഇങ്ങനെ റിസൾട്ട് പറയാൻ നമുക്ക് സാധിക്കണം. ശ്വാസമുട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം, ബൈപ്പാസ് ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളുകൾ ഇത് ഉപയോഗിച്ചിട്ട് തിരിച്ച് ആരോഗ്യത്തിലേക്ക് വരാ എന്ന് പറയാം. അതിനൊരു നിമിത്തം നമ്മൾ ആകാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവാനുഗ്രഹം ഉള്ളവരെന്ന് പറഞ്ഞാൽ ദൈവം ശരിക്കും അനുഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ. നമ്മുടെ ക്വാളിറ്റി നമ്മൊന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിന് വളരെ മിറാക്കൽ റിസൾട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത്. ഓരോരുത്തരും 1 സെക്കൻഡ് പോലും പാഴാക്കാതെ കയറി അങ്ങനെ പറയേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. സാറിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് കൊടുത്ത പ്രോഡക്റ്റുകൾക്കും ഒക്കെ. ആ സാറ് കൃത്യമായിട്ട് അത് പറയാനും മടി കാണിക്കാത്ത സാറിന് ഒരു വലിയ ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് അടുത്തയാള്. പറഞ്ഞോളൂ.
ഞാൻ അസ്മാവി മലപ്പുറം. ഞാന് 2 പേർക്ക് കൊടുത്തു. 2 പേർക്കും റിസൾട്ട് ഉണ്ട്. ഒരാൾക്ക് കാലിന്റെ വേദന കുറവുണ്ട്, ഒരാൾക്ക് ഉറക്ക് നല്ലോണം കിട്ടി. അത് കുറച്ച് ദിവസമായിട്ടുള്ളൂ കൊടുത്തിട്ട്. നല്ല ഉറക്ക് കിട്ടി. ഒരു കണ്ണ് കാണാത്ത കുട്ടിയാണ്. ഒരിക്ക് ഉമ്മാക്ക് നല്ല ഉറക്ക് കിട്ടി എന്നാണ് പറഞ്ഞത്. മോനക്ക് ഇപ്പൊ ഈ ആക്സിഡന്റ് പറ്റിയതായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഉറക്ക് ഗുളിക കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഡോക്ടർ കാണിച്ചിട്ട്, പെരിന്തൽമണ്ണ ഒരു ഡോക്ടർ കാണിച്ചിട്ട് ആ ഗുളികനെ പിന്നെ കുറച്ചാക്കി കൊടുക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടണമെന്ന് വെച്ചെങ്കിൽ ആ ഡോക്ടറെ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് അവര് പറഞ്ഞു. ഉമ്മാക്കെല്ലാം ഉറക്കുണ്ട്, തരിപ്പിന് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്കും എന്റെ കൈയിന്റെ തരിപ്പിന് കുറവുണ്ട്, കാലിന്റെ വേദന കുറവുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ആളാണ്. ഞാന് എന്റെ അഞ്ചത്തി മുഖേനയാണ് ഇത് കിട്ടിയത്. അമ്പിളി ചേച്ചി, ബാബുവേട്ടന് ഓലെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോ എന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ബയോട്ടോറിയം നമുക്ക് നല്ലൊരു പുണ്യം തന്നെയാണ്. ഓക്കെ, താങ്ക് യു മാഡം. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മണാശ്ശേരി എന്നുള്ള സ്ഥലത്താണ്. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഞാനും ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചു. എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ, കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ പാലക്കാട് ജില്ലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പെൻഷനായി വന്നപ്പോ കോഴിക്കോട് ജില്ലയിലോട്ട് എന്റെ നാട്ടിലേക്ക് വന്നത്. എനിക്കില്ലാത്ത വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വേദനകൾ. ഞാനിത് വാങ്ങിച്ചു, ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരു 2.5 വർഷത്തോളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഞാൻ ഒരു ഗുളികയും കഴിക്കുന്നില്ല. നല്ല സുഖാടി നടക്കുന്നു. വലത് കൈ പൊക്കാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ വീട്ടുകാരും കാണാതെ തന്നെ ഞാൻ ഒരു പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുകൊടുത്തു. ചേച്ചി അത് ഉപയോഗിച്ചു. ഓപ്പറേഷന് 37 ദിവസം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഞാൻ ആ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുത്തത്. എന്തായാലും ചേച്ചി അത് ഉപയോഗിച്ച് ആ ഓപ്പറേഷനിൽ നിന്ന് ചേച്ചി എന്തായാലും മുക്തയായി. പിന്നെ പലർക്കും കൊടുത്തിട്ടുണ്ട്. പലരും നല്ല നല്ല റിസൾട്ടാണ് പറയുന്നത്. മൈഗ്രെയിൻ മാറിയിട്ടുണ്ട്, വെരിക്കോസ് വെയിൻ മാറിയിട്ടുണ്ട്, നടുവേദന മാറിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ ഞാൻ ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കൊണ്ടു കൊടുത്തിട്ട് അവിടെ നല്ലൊരു ടീമിനെ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പലർക്കും നല്ല രീതിയിലുള്ള ആശ്വാസമാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒരുവിധം കിട്ടി ഇങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഒരു റിട്ടയർഡ് അധ്യാപികയാണ്, ഓർത്തു നോക്കണം. അവര് പോലും ഇതിനകത്തേക്ക് ഈ രീതിയിൽ അവർക്കൊരു ആശ്വാസം കിട്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പലരിലേക്കും ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ആരോഗ്യവും സമ്പത്തും നേടിക്കൊടുക്കാൻ നോക്കുന്ന ടീച്ചറിന് ബിഗ് സല്യൂട്ട്. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഞാൻ ഫാത്തിഷ കാലിക്കറ്റാണ്. വീഡിയോ ഓൺ ആക്കുന്നില്ല, മോളെ പഠിപ്പിക്കാണ്. ഞാൻ ഈ അടുത്ത് ഒരാഴ്ച മുന്നേ ഉണ്ടായ ഒരു റിസൾട്ടാണ് പറയുന്നത്. നമ്മുടെ ഈ മാഗ്നറ്റിന്റെ പ്രൊഡക്റ്റ് കൊണ്ടു നടക്കുന്ന സമയത്ത് എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തി, ഞാൻ അൾട്രാബറി കോഴിക്കോട് നമ്മുടെ കോവൂർ ഓഫീസിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ബസ് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഇത് എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അൾട്രാബറിയാണ്, നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള എനർജി ഒക്കെ കിട്ടുന്നതാണ്. ഇത് ബിസിനസ് ഒന്നും ചെയ്യൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തോളൂ. എന്തായാലും ഇത്രയും ഫ്രൂട്ട്സും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതൊന്നും നമുക്ക് ഡെയിലി കഴിക്കാൻ കഴിയില്ല, അതിനും പകരം ഇത് കഴിക്കുക. ഇത് രോഗമുള്ള ആളുകൾക്കല്ല, എല്ലാവർക്കും കഴിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. എന്നെ എപ്പോഴും കളിയാക്കി കൊടുക്കുന്ന ഒരാളെ നിർബന്ധിച്ച് ഞാൻ അവർക്ക് 2000 രൂപക്ക് നമ്മുടെ അൾട്രാബറി കൊടുത്തു. MRP ഒക്കെ അവർ നോക്കിയിട്ട് 2000 രൂപക്ക് വാങ്ങിയതാണ്. പക്ഷെ അവർ മിനിയാന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഫാത്തിഷ ഞാൻ വെറുതെ എന്നോട്
തമാശക്ക് പറഞ്ഞങ്ങാണ്ട് വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായി കൊണ്ടിട്ട് ഭയങ്കര ഇതൊക്കെ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാവുകയും രാത്രി വന്ന ഓവർ വർക്കും കറക്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ കഴിയാതൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ക്ലാസ്സിന് പോകുന്ന സമയത്ത് ക്ഷീണമല്ല, ക്ഷീണത്തിനൊക്കെ എന്തോ ഒരു കുറവ്, ഒരു എനർജി ഒക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റിന് എന്തോ ഒരു റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്തോളൂ, അൾട്രാബെറി എന്താന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയും ഫ്രൂട്ട്സും കണ്ടന്റുകളൊക്കെ നമുക്ക് കഴിക്കണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും എന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് ഇതിനെക്കാട്ടും ലാഭമാണോ അല്ലേ നോക്കിയിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ബോട്ടിൽ ഓർഡർ ചെയ്താൽ മതി പറഞ്ഞു. അപ്പൊ അടുത്ത മാസം സാലറി കിട്ടിക്കഴിഞ്ഞാൽ 10-ാം തീയതി മുന്നേ തന്നെ ഒന്നും കൂടി വാങ്ങാന്നും കൂടി എന്നെ വിളിച്ചു പറഞ്ഞു. നമ്മുടെ ഏത് പ്രൊഡക്റ്റും നമുക്ക് എങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയും, അതുപോലെ നമുക്ക് കസ്റ്റമേഴ്സും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫാത്തിഷ മാഡം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എന്റെ ഒരു അപ്ലൈനാണ് വരാത്തതിന് എനിക്ക് എല്ലാം ഫുൾ ടൈം എപ്പോഴും സപ്പോർട്ടോട് കൂടി ഞങ്ങൾ ഇപ്പോഴും വലിയ കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് പറഞ്ഞ റിസൾട്ടിന് ഓക്കെ, സലോട്ട്. അടുത്തയാള്. ഓക്കെ ഓക്കെ, താങ്ക് യു. പറഞ്ഞോളൂ മാഡം. എന്റെ പേര് അമ്പിളി, കോട്ടയ്ക്കല്. നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ മാഡം പറഞ്ഞ പോലെ ഒരുപാട് വ്യക്തികൾക്ക് റിസൾട്ട് കിട്ടിയതാണ്. എല്ലാവർക്കും മടിയായിട്ട് നിൽക്കുകയാണ് അല്ലേ. നമ്മൾ എന്തിനാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മടി കാണിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും നല്ല റിസൾട്ട് കിട്ടിയതാ. ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഞാനും ഏകദേശം 500-ൽ മേലെ വ്യക്തികൾക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് റിസൾട്ട് വാങ്ങിയ ഒരു വ്യക്തിയും കൂടിയാണ് ഞാനും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കുടുംബത്തില് ഒരു 12 വയസ്സായ മോൾക്ക് വയറുവേദനയായിരുന്നു. എന്തെന്ന അസുഖം എന്ന് അവർക്ക് തന്നെ അറിയില്ല, ഡോക്ടർമാർക്കും അറിയുന്നില്ലായിരുന്നു. കുട്ടിക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്ത് അങ്ങനെ കുട്ടിക്ക് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. അവർക്ക് കുട്ടിക്ക് ഇഷ്ടമുള്ളതും എന്നോടാണ്. അതായത് ഭർത്താവിന്റെ ഒരു ബന്ധു കുട്ടിയാണ്. അങ്ങനെ കുട്ടി വയറുവേദനയ്ക്ക് ഒരുപാട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ ഇതിനു മുന്നേ ഞാൻ അവരോട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അവർക്ക് വിശ്വാസമില്ലായിരുന്നു. ഇത് ഉപയോഗിച്ചാൽ എങ്ങനെ അസുഖം മാറും. നമ്മുടെ വീട്ടുകാരെന്നെ എതിർക്കുകയാണ്. സമൂഹം നമ്മളെ 2 കൈ കൊണ്ട് സ്വീകരിക്കുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള വ്യക്തികൾ എതിർക്കുകയായിരുന്നു. അങ്ങനെ ഈ മോൾക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ഡോക്ടർ എന്തായാലും കാണിച്ചു. പക്ഷെ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാത്തതിന്റെ അഭാവമാണ് കുട്ടിക്ക് വന്നത്, കുടല് ചുങ്ങിപ്പോയതെന്നാണ് പറഞ്ഞത്. ആ ഒരു സന്ദർഭത്തിൽ ഇനി നല്ല ഭക്ഷണം കൊടുക്കുക എന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഞാന് നമ്മുടെ വാട്ടർ എനർജി പാഡും അതുപോലെ തന്നെ റിസ്റ്റ് ബാൻഡ്, അധികം വാട്ടർ എനർജി പാഡാണ്, 2 വാട്ടർ എനർജി പാഡ് ഉണ്ട്. ഫാമിലി സെറ്റ് ആയതുകൊണ്ട് വീട്ടില് ഒന്ന് കുട്ടിയുടെ വയറിൽ വെച്ച് കെട്ടിക്കൊടുത്തു ഒരു 2 ദിവസം. അതുപോലെ തന്നെ നമ്മുടെ വെള്ളം കൊടുത്തു. കുട്ടിക്ക് 3-ാമത്തെ ദിവസം നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറയാം. കാരണം അവര് 4-5 മാസം അവര് ഡോക്ടറെ വിസിറ്റ് ചെയ്തിരുന്ന സമയം ഉണ്ടായിരുന്നേ. എൻഡോസ്കോപ്പി ചെയ്തു, സ്കാൻ ചെയ്തു, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അതിൽ പറഞ്ഞ പ്രശ്നം കുടലിന്ന് ചുങ്ങിപ്പോയതെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ദൈവം കയ്യൊപ്പ് വെച്ച പ്രൊഡക്റ്റ് എന്ന് പറയുന്ന മനു സാർ എപ്പോഴും പറയുന്നുണ്ട്. ഈ മഹത്തായ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ എന്തിനാണ് മടി കാണിക്കുന്നത്? അതുപോലെ തന്നെ എൻ്റെ വീട്ടിലൊരു പ്രോബ്ലം വന്നു. മോനെ പെട്ടെന്നൊരു അലർജി, 13 വയസ്സാണ് മോന്. സ്കൂളിൽ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു അലർജി പോലെ വന്ന്, അപ്പൊ ഇവൻ പറയുന്നുണ്ട് നമുക്ക് കലാമിന്റെ ലോഷൻ തേച്ചാൽ മാറും, ഡോക്ടറെ അടുത്ത് പോവാന്ന്. അത് സ്ഥിരം ഞങ്ങൾ തേക്കുന്ന ഒരു പ്രൊഡക്റ്റ് മരുന്നായിരുന്നു, പ്രൊഡക്റ്റ് അല്ല മരുന്ന്. പക്ഷെ ഞാൻ എന്തോ എനിക്ക് തോന്നി ഈ ഒരു നിമിഷത്തിൽ പോകുന്നില്ല, വെറുതെ നമ്മുടെ ആ ഒരു ക്യാപ്സൂള് കഴിക്കാന്ന് പറയുമ്പോൾ സൈഡ് എഫക്റ്റ് തന്നെയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ വാട്ടർ എനർജി പാഡിലെ വെള്ളം എടുത്ത് അതിൽ കുഞ്ഞു മഞ്ഞപ്പൊടി ഇട്ടിട്ടോ, കാരണം മഞ്ഞപ്പൊടി നല്ലതെന്ന് പറയേണ്ടത് അതൊക്കെ നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഇതല്ലേ. അതും ആ 2 കൂടി ഞാൻ കുട്ടിയുടെ ദേഹത്ത് എല്ലാ സ്ഥലത്തും തേച്ച് ഒരു 1/2 മണിക്കൂറോളം അത് നിന്ന ശേഷം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റിയെന്നാണ് പറയുന്നത്. കാരണം നമ്മളൊരു നിമിഷത്തിലെ ഡോക്ടറെ അടുത്ത് പോകണ ഒരു 500 രൂപ നമ്മുടെ കയ്യിലില്ലാതെ ഒരു അലോപ്പതി ഡോക്ടറെ അടുത്ത് ഏതൊരു ഡോക്ടറെ അടുത്തായാലും 500 രൂപ ഇല്ലാതെ നമ്മൾ പോവാത്തതാണ് നല്ലത്. കാരണം അത്രയും ഒരു സിറ്റുവേഷൻ നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇന്നും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു മാസത്തിൽ ഒരു ഉമ്മ കഴിക്കുന്ന മരുന്നിന്റെ അളവ്, ഒരു കൊട്ട മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 9 മാസത്തോളമായിട്ട് ഡോക്ടർമാര് നിർദ്ദേശപ്രകാരം കഴിക്കുന്ന മരുന്ന് കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ അസുഖം വർദ്ധിച്ചു എന്ന് പറയാം. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഏകദേശം വൈകി എന്ന് പറയാം. അവര് വീട്ടിലുള്ള ഒരു വ്യക്തി
ഏകദേശം 1.5 വർഷമായി ഉപയോഗിക്കുന്നത്. പക്ഷെ അവര് പറഞ്ഞിട്ടില്ലായിരുന്നു, പേടിച്ചിട്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇന്ന് പറഞ്ഞില്ല എല്ലാവർക്കും മടിയാണെന്നുള്ള രീതിയിൽ. എന്തോ ഞങ്ങള് അവരുടെ ദൈവത്തിന്റെ അനുഗ്രഹം, അവരുടെ നിസ്കാര പ്രാർത്ഥനയുടെ അനുഗ്രഹം ആവാം, പ്രൊഡക്റ്റ് കൊണ്ടു കൊടുത്ത് അവർക്ക് ചെറിയൊരു കാലിലൊരു മുറി ഉണ്ടായിരുന്നു. അത് 5-ാമത്തെ ദിവസം ആ മുറിക്ക് ചൊറിച്ചില് വന്ന്, അതുപോലെ തന്നെ കാലിലൊരു ആയാസം വന്ന്, അതായത് നീര് വന്ന് കെട്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഉമ്മാന്റെ പ്രാർത്ഥന, ആ വിശ്വാസം, ഈ എല്ലാ മെഡിസിനും നിർത്താൻ കഴിയുന്നുള്ളതാണ്. ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മെഡിസിന്റെ ഒക്കെ അളവുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവരും കൈകളിലേക്ക് എത്തിക്കുക, നമ്മൾ അതാണ് ചെയ്യേണ്ടത്. മടി കൂടാതെ. ഞാനൊക്കെ എപ്പോഴും എക്സ്പീരിയൻസ് പറയുന്നതാണ്. പക്ഷെ സലീം സാറ് പറയുന്ന പോലെ നമ്മുടെ എക്സ്പീരിയൻസ് എപ്പോഴും എവിടെയും തുറന്നു പറയുക. അത് ഒരു മഹത്തായ അവസരമാണ്. ഇത്രയും വേദികളുടെ മുന്നിൽ നമ്മുടെ റിസൾട്ട് പറയാന്ന് അറിയുമ്പോഴേ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാഡം, താങ്ക് യു, വെരി വെരി താങ്ക് യു. എന്നാ വെച്ചാൽ കാരണം അമ്പിളി മാഡം അത്രയ്ക്കും എന്താ പറയാ, റിസൾട്ടുകൾ പറയാൻ മടി കാണിക്കാതെ എത്രയോ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു മഹത്തായ നമ്മുടെ ഞാൻ പോലും ഇത്രയും ഇതായിട്ട് ചെയ്യാറില്ല. ആ ഒരു കാണിച്ച മാഡത്തിന് വലിയൊരു സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ നമിക്കുന്നു മാഡത്തിനെ. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു മാഡം, താങ്ക് യു. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ മാഡം പറഞ്ഞത് കേട്ടോ, നമ്മുടെ റിസൾട്ട് നമുക്ക് ദൈവം തന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, ദൈവം എത്തിച്ചു തന്ന ഒരു പ്രൊഡക്റ്റ്. ഞാനത് എല്ലായിടത്തും പറയും. അതുകൊണ്ട് അത് ഒരു മടി കാണിക്കാതെ നമ്മള് വേഗം വരും, കടന്നു വരും, ഓടി വരും. പിള്ളേർ ഓടി വരുന്ന പോലെ നമുക്കൊരു സന്തോഷമുള്ളപ്പോ മക്കൾ ഓടി വരാറില്ലേ നമ്മുടെ അടുത്തേക്ക്, അതേപോലെ വേഗം വേഗം റിസൾട്ട് പറയും. ഇതിലൂടെ നമുക്ക് പലർക്കും ഈ റിസൾട്ട് കേൾക്കാൻ വേണ്ടി ഇതിനകത്ത് ഇരിക്കുന്ന 145 പേരാ ഇപ്പൊ ഉള്ളത്. ഇവരിൽ പലരും വന്ന റിസൾട്ട് പറയാൻ മടി കാണിക്കാതെ വേഗം വേഗം വന്ന് പറയും. ഷിമ്മി മാഡം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം, പറഞ്ഞോളൂ. താങ്ക് യു. എന്നെ എല്ലാവർക്കും പരിചയമുണ്ടോന്ന് അറിയില്ല. എൻ്റെ പേര് ലീന സുജിത്. ഞാൻ തലശ്ശേരി സ്വദേശിനിയാണ്. ജാർഖണ്ഡ് ജംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ നമ്മുടെ ഈ ബയോട്ടോറിയം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമാകാൻ പോകുന്നു. ഒരു 2023 നവംബറിലാണ് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ നവംബർ വരുമ്പോൾ 2 വർഷം പൂർത്തിയാകും. എൻ്റെ റിസൾട്ട് എന്താ പറയുക, അമേസിങ് റിസൾട്ടാണ്. ഞാൻ പ്രൊഡക്റ്റ്, എനിക്ക് സ്പോണ്ടിലോസിസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ജന്മന ബ്രോങ്കൈറ്റിസ് പേഷ്യൻ്റാണ്. ജന്മന എനിക്ക് ആസ്തമ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ ഇത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ, ഒരു രാത്രി കൊണ്ട് തന്നെ എനിക്ക് കുറേ കാലമായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന കഴുത്ത് വേദനയും ഷോൾഡർ ഭയങ്കര പുകച്ചിലാണ്. അപ്പോൾ ഷോൾഡർ പെയിനും എൻ്റെ നെക്ക് പെയിനും ബാക്ക് പെയിൻ, ഇത്രയും 3 പെയിനുകൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഒരു രാത്രി കിടന്നതിൻ്റെ പിറ്റേന്ന് റിസൾട്ടായിട്ട് കിട്ടിയിരുന്നു. പക്ഷേ എനിക്കത് അതിശയമായിരുന്നു. ഞാൻ വിചാരിച്ച് അങ്ങനെ മാറുമോ, ഭയങ്കര അതിശയമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം നോക്കാം ഇത് ശരിക്കും സത്യത്തിൽ റിസൾട്ട് ആണോ എന്നുള്ളത്. അപ്പം ഞാനത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പം നോക്കുമ്പോൾ ഈ കഴുത്ത് വേദനയും പിന്നെ എന്താ പറയുക, ഈ ഷോൾഡർ പെയിനും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ ബാക്ക് പെയിൻ പറയാന്ന് വെച്ചാൽ 80% ബാക്ക് പെയിന് കംപ്ലീറ്റ് മാറി എന്ന് പറയാം. കാരണം ബാക്ക് പെയിൻ കാരണം എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി നോർമലായി. പിന്നെ അതിൻ്റോടൊപ്പം ഞാൻ തീരെ വിചാരിക്കാത്ത, എനിക്ക് ആസ്തമ ഞാൻ ജന്മന ഉള്ളതാണല്ലോ, അതൊന്നും ഒരു മാറുന്ന രോഗമൊന്നും അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് ഇഷ്യൂ ഒന്നും മാറൂല എന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് എന്താ പറയുക, ടോൺസിലൈറ്റീസും സൈനസൈറ്റീസും പിന്നെ എന്താ പറയുക ചെവി പഴുക്കുക, അങ്ങനെ കഫ് ഉള്ളിൽ ചെന്നിട്ട് എന്തൊക്കെ എന്നെ എങ്ങനെയൊക്കെ കഫിനെ അലട്ടാൻ പറ്റും അതൊക്കെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കഫും കോൾഡും പിടിക്കുന്നില്ല, വളരെ റെയറായിട്ടേ പിടിക്കുന്നുള്ളൂ. അത് പിടിച്ചാൽ തന്നെ ജസ്റ്റ് നമ്മളെ വാട്ടർ എനർജി പാഡ്, മറ്റേ പില്ലോ പാഡ് ഞാൻ ചെസ്റ്റിന് വെക്കും. കുറച്ച് നേരം 1-2 പ്രാവശ്യം സ്റ്റീം എടുത്താലായി, അത്ര തന്നെ എൻ്റെ മരുന്ന്. ബാക്കിയൊക്കെ നമ്മുടെ വെള്ളവും ഈ റിസ്റ്റ് ബാൻഡുമാണ്. അത് ഭയങ്കര റിസൾട്ടാണ്. പിന്നെ എനിക്ക് ഈ പ്രശ്നങ്ങൾ എന്നെ അലട്ടിയിട്ടില്ല എന്നുള്ളത്, ഒരു ഡോക്ടറിൻ്റെ മെഡിസിൻ പോലും ഇപ്പം 2 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഇതിൻ്റെ പേരിൽ ഒരുപാട് എമോക്സിലിനും ഡൈക്ലോവനും, പിന്നെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് തലവേദന, ഭയങ്കര തലവേദന, രാത്രിയൊക്കെ തലവേദന വരുമ്പോൾ ഡൈക്ലോവൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് പില്ലോൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങുക. കാരണം രാത്രി പെട്ടെന്ന് ഉറക്കി കഴിഞ്ഞാൽ ഗുളിക തപ്പാനും ഒന്നും എനിക്ക് പറ്റില്ല.
അപ്പം അത് റെഡി ആയിട്ട് വെള്ളവും ഗുളികയും വെക്കും. അങ്ങനത്തെ ഞാനിപ്പോൾ ആ തലവേദന എന്താണെന്ന് പോലും ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി എന്നുള്ളതാണ്. ഭയങ്കര അമേസിങ് റിസൾട്ടാണ്. അപ്പം ഞാൻ എൻ്റെ മോൾക്കും പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവൾക്ക് ഈ കോവിഡ് കാലത്തേ ഉണ്ടായിരുന്ന ഒരു സ്കിൻ ഡിസീസ് ആയിരുന്നു, ഭയങ്കര സ്കിൻ അലർജിയും, പിന്നെ തലയിലെല്ലാം ഡാൻഡ്രഫ്, വലിയ വലിയ പാളികളായിട്ട് അവളെ തലയിൽ നിന്ന് ഇളകി വരും. അതിൻ്റെ കൂടെ കുറേ മുടിയും അങ്ങനെ ഉരി പോകാറുണ്ടായിരുന്നു. അപ്പോൾ എത്ര മെഡിസിൻ കഴിച്ചു. ഞാൻ ജാർഖണ്ഡിലെ 2-3 സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു, നാട്ടിൽ പോയിട്ട് നാട്ടിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് കാണിച്ചു, ഒരുപാട് ഇത്ര മരുന്നുകൾ അവളെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചു. പക്ഷെ പലതരത്തിലുള്ള ഷാംപൂസ്, പല സാധനങ്ങൾ, പിന്നെ കുറേ നാട്ടിലെ കുറേ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുറേ പരീക്ഷണം നടത്തി, ഒന്നും ഏശിയിട്ടില്ല. നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ വെള്ളം ഞാൻ അവളോട് തലയിൽ ഇത് നമ്മളിങ്ങനെ വീഡിയോയിൽ കേട്ടതാണ്, ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നത് കേട്ടതാണ്. താരന് നമ്മളെ വെള്ളം ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ രാവിലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അതുപോലെ ഞാൻ അവൾക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കുളിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളം തലയിൽ ഒഴിക്കും. ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ബാക്കി വെള്ളം കുടിക്കാന്നാണ് ഞാൻ കുടിക്കുന്നത്ര അവൾ കുടിക്കാറില്ല, പക്ഷെ അവൾക്ക് പറ്റുന്ന പോലെല്ലാം കുടിക്കും. ഇത്രയും ചെയ്തപ്പോൾ തന്നെ അവളുടെ തലയിലെ താരം കംപ്ലീറ്റ്ലി മാറി. പിന്നെ തൈലുണ്ടായ സ്കിൻ ഡിസീസ് ഇത്ര വലിയ ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു ക്രൊക്കോഡൈലിൻ്റെ എല്ലാം പുറം ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ ഒരു ടൈപ്പ് സ്കിൻ ഡിസീസ് അവൾക്ക് ഉണ്ടായത്. അത് കംപ്ലീറ്റ്ലി മാറി. ഇപ്പം ആ മാർക്ക്, ഇപ്പം ബ്ലാക്ക് മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്കെല്ലാം മാറി ഇപ്പം നോർമലായി വരുന്നത്. അത് ഒരു മരുന്നുമില്ലാതെ മാജിക്കൽ റിസൾട്ടാണ്, ഇത്രയും വലിയ റിസൾട്ട്. പിന്നെ ഇപ്പം 2 വർഷമായി ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പം പിന്നെ റിലേറ്റഡ് ആയിട്ട് ഒരു ഇഷ്യൂസും വരാറില്ല. വളരെ ഹാപ്പിയാണ് ഞാനും അവളും. പിന്നെ എൻ്റെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. അതൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ റിസൾട്ട് ഷെയറിങ് ഇന്നൊന്നും തീരില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ആൾ. താങ്ക് യു ലീന സുജിത്ത് മേഡം. ഓക്കെ, വെരി കൺഗ്രാറ്റുലേഷൻ. എന്താന്ന് ചോദിച്ചാൽ മേഡം ഒരു മടിയും കൂടാതെ എപ്പോഴും ഈ റിസൾട്ട് പാസ് ചെയ്യാനും അതാണ് വേണ്ടത്. എപ്പോഴും നമ്മൾക്ക് ഒരു പ്രചോദനം. നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ അതിലൂടെ തന്നെയാണ് എല്ലാവരും ഇതിനകത്ത് 99% ആൾക്കാർ റിസൾട്ടിലൂടെ വന്ന ആൾക്കാരാണ്. അത് പറയാൻ ആരും മടി കാണിക്കരുത്. ഇത് കേൾക്കാനായിട്ട് നമ്മുടെ പുതിയ കസ്റ്റമർ എന്താണ് നമ്മൾക്ക് ഇത് റിസൾട്ട് പറയാൻ മടി കാണിക്കുന്നത്? ഇതുപോലെ എല്ലാവരും വേഗം കടന്നു വന്ന് റിസൾട്ട് പറയാം. മേഡം ആണെങ്കിൽ ഫുൾ ടൈമും എല്ലാ വിധത്തിലും ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ മേഡത്തിന് വീണ്ടും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ അടുത്തയാളെ ക്ഷണിക്കും. ഓക്കെ, ഹലോ നമസ്കാരം. ഞാൻ താജ്, വടക്കഞ്ചേരി, ആലത്തൂർ വടക്കഞ്ചേരി പുതുക്കോട് എന്നുള്ള സ്ഥലത്തു നിന്നാണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്. ഞാന് ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മേഡം, പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഞാൻ ഇത് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത് എൻ്റെ മോന്റെ വൈഫുടെ അമ്മയും അച്ഛനാണ് ആദ്യം ഉപയോഗിച്ചത്. അപ്പൊ അവര് നമ്മളുടെ അടുത്ത് പിന്നാലെ നടന്നിരുന്നു, 1 വർഷം നടന്നിരുന്നു, എനിക്ക് അത് മാറി ഇത് മാറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് മാറി ഇത് മാറി എന്ന് പറയല്ലാതെ നമുക്ക് അതിന്റെ ഒരു ഡെമോ കാണിക്കേ, വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം. ഞാൻ പിന്നെ ഞാനത് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഒരു ദിവസം ഡയറക്റ്റ് ഒറ്റയ്ക്ക് പോയിട്ട് മീറ്റിംഗ് ഹാളിൽ ഫസ്റ്റ് സീറ്റിൽ ഇരുന്നിട്ട് വന്നിട്ട് ഞാൻ പ്രൊഡക്റ്റ് പിറ്റേ ദിവസം വാങ്ങിച്ചു, ഉപയോഗിച്ചു. ഞാൻ 30 വർഷമായിട്ട് തൈറോയിഡിന്റെ എൽട്രോക്സിൻ കഴിക്കുന്നുണ്ട് 100 ഗ്രാമിൽ 30 വർഷമായിട്ട്. പക്ഷെ അത് ഞാൻ 22ാം ദിവസം നിർത്തിയതാ. കാരണം ആ തൈറോയിഡിന്റെ പ്രശ്നം എന്ന് വെച്ചാല് 1 ദിവസം 2 ദിവസം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ടയേർഡാവും, വല്ലാതെ ടയേർഡാവും, നമ്മുടെ അയഡിൻ കുറവാകും. അപ്പൊ അയഡിൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എൽട്രോക്സിൻ കഴിക്കുന്നത്. അപ്പൊ അത് പിന്നെ നമ്മൾ ഇതുവരെ ഈ 1 വർഷം ആയിട്ടില്ല ഞാൻ ജോയിൻ ചെയ്തിട്ട്, പക്ഷെ ഇതുവരെ നമ്മൾ കഴിക്കുന്നില്ല. ഗുളിക നിർത്തി. പക്ഷെ എൻ്റെ മോന്റെ മൈഗ്രെയിൻ മാറി. പിന്നെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. ഇത് കുറേ തന്നെ എല്ലാവർക്കും പറയാൻ നിർത്തിയാല് ഒരു മണിക്കൂറൊന്നും നമുക്ക് പോരാ. ഓരോ കാര്യങ്ങൾ പറയാൻ 1 മണിക്കൂർ നമ്മളിങ്ങനെ വാചാലാവും. ഈ ബയോട്ടോറിയം പറഞ്ഞാൽ നമ്മൾ വാചാലാവും. കുട്ടികളും പറയും, തുറന്ന ഈ ബയോട്ടോറിയാണെന്നുള്ളത്. എവിടെ പോയാലും ഈ ബയോട്ടോറിയ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാ, നമ്മളോട് പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസ് പറയാൻ, നമ്മളുടെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞാൽ നമ്മൾക്ക് നിർത്താൻ പറ്റില്ല ഈ ബയോട്ടോറിയം. അതാണ് ഈ ബയോട്ടോറിയത്തിന്റെ ഒരു പ്രത്യേകത. അത് നമ്മളത് ക്ലാസ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്.
ഇപ്പൊ നമ്മളുടെ ഞാൻ കൊടുത്തവർക്കും എനിക്കും ഒരുപാട് മിറാക്കിൾ റിസൾട്ടാണുള്ളത്. മിറാക്കിളാണ് റിസൾട്ട് ഉള്ളത്. പിന്നെ നമ്മളുടെ മോൾക്ക് ഗർഭിണിയായ ഒരു കുട്ടിക്ക് നമുക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പുതിയതായിരുന്നു. അപ്പൊ ഞാൻ ഒരു പട്ടാമ്പി പോയപ്പോ അവര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല മാഡം, അത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരാഴ്ചയാണ് ഉള്ളത് കുട്ടിക്ക് ഹോസ്പിറ്റലില് ആ ഡേറ്റ്, പോകാനുള്ള ഡേറ്റ് ആ മോൾക്ക്. അപ്പൊ ഞാനത് എന്നാ ശരി, നമ്മൾക്ക് 2 കുപ്പി നമ്മളുടെ ഈ ബയോട്ടോറിയം വെള്ളം കുടിച്ചിട്ട് നമ്മളുടെ സാധാരണ വെള്ളം 1 കുപ്പി 3 ലിറ്ററാണ് അവള് കുടിക്കുക. അപ്പൊ അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ഇത് വല്ലാത്തൊരു അതിശയായിരിക്കണല്ലോ, ഇത്ര പെട്ടെന്ന് കുട്ടി എങ്ങനെ ഇത്രയും തൂക്കം വന്നത് എന്നുള്ളത് ഡോക്ടർ ചോദിച്ചു. പക്ഷെ ഞാനുണ്ടെങ്കിൽ ഞാൻ അത് വിശകലനം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മോളാ പോയത്. അപ്പൊ പിന്നെ അതിന് ശേഷം നമ്മൾ ആ വെള്ളം കൂടി നിർത്തി. അങ്ങനെ ഒരുപാട് നമ്മളിപ്പോ ഒരു ഗുളിക ഒന്നും വന്നാലും, ഒരു ജലദോഷം വന്ന, ഒരു പനി വന്ന, ഒരു അമോക്സിലിൻ ഒന്നും കഴിക്കാറില്ല. ഒരു BP വന്നു ഒന്നും കഴിക്കാറില്ല. കാരണം നമ്മൾക്ക് ഈ വെള്ളം ഉണ്ട് നമ്മുടെ ടേബിളില്. നമ്മൾക്ക് ഒരു വലിയ മരുന്ന് നമ്മൾക്ക് എഫക്റ്റ് ചെയ്യും, നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വലിയ മരുന്നാണ് നമ്മുടെ ടേബിളിന്റെ മുകളിൽ ഉള്ളത്. അപ്പൊ അതിന് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ഈ പറയുന്നതല്ല, നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് പോകാനുണ്ട്. ആ വെള്ളത്തിന് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾക്ക്. പിന്നെ അതിന് ഓരോ ദിവസം നമുക്ക് ഓരോ റിസൾട്ട് തരികയാണ് നമ്മൾക്ക് ഒരു മുറിയും. നമ്മളുടെ വീട്ടിൽ 3 ആക്സിഡന്റ് സംഭവിച്ചു. പക്ഷെ നമ്മൾ ആ 3 ആക്സിഡന്റിനും ഒരു ഗുളിക നമ്മൾ കഴിച്ചില്ല. അതിന് വേദനിക്കുന്ന അവിടെ ആ ബെൽറ്റുകൾ കെട്ടി, അല്ലെങ്കിൽ അതിന് വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ ആ മുറിയിൽ വെള്ളം ഒഴിച്ചു. പിന്നെ എന്റെ വിരല് തന്നെ, എന്റെ റിസൾട്ട് തന്നെ പറയട്ടെ, ഞാൻ കൊടുത്തവരുടെ റിസൾട്ട് വേറെ. അപ്പൊ എന്തായാലും സമയം ഒരുപാട് കടന്നു പോകും എന്റെ അടുത്ത് മൈക്ക് കിട്ടിയാല്. അത് ഓൾറെഡി പറയുന്നതാണ്. അപ്പോ വാതലിന് ഞാനൊരു കോയമ്പത്തൂര് പോയിട്ട് ഒരു വാതലില് കൈ വെച്ചതാ. അപ്പൊ അത് ഓർക്കാതെ ഒരാൾ അടച്ചു. അത് പുതിയ വാതൽ, ഭയങ്കര കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയായിരുന്നു. എന്തെന്തോ ഐസ് വെച്ചിട്ടും ആ ഒരു വിങ്ങല് നിൽക്കുന്നേ ഇല്ല. നിറയെ ആൾക്കാരുണ്ട്, നമുക്ക് കരയാനോ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ചേച്ചിയുടെ മോൻ എന്ത് ചെയ്തു, ആ ഫ്രിഡ്ജിലാണെങ്കിൽ തിരക്കിൽ ഐസൊക്കെ പോയി. അപ്പൊ ആ കവറുകളൊക്കെ വന്ന് എന്റെ കയ്യിൽ വെക്കുന്നുണ്ട്. എനിക്ക് വേദന നിൽക്കുന്നേ ഇല്ല. അപ്പോഴാണ് എന്റെ കുട്ടികൾ പറഞ്ഞു, ഉമ്മ നമ്മുടെ കാറിൽ വെള്ളം. ഞങ്ങൾ പുറത്തിറങ്ങി ആ വെള്ളം കൊണ്ടാ പോവുക. ആ വെള്ളം ഇല്ലാതെ, കാരണം ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ആ വെള്ളം കുടിച്ചാൽ നമ്മൾക്ക് മതി. HB കുറവാവില്ല, വിറ്റാമിൻ ഗുളിക കഴിക്കണ്ട, അയൺ ഗുളിക കഴിക്കണ്ട. അതുപോലെ ഒരുപാട് ഇത് പഠിക്കാൻ നമ്മൾക്ക് തന്നെ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, നമ്മൾ പഠിച്ചിട്ട് അതിനെ ഓരോ ദിവസം നമ്മൾ അതിന്റെ എന്തൊക്കെയാണ് റിസൾട്ട് ഫോക്കസ് ചെയ്താൽ അത് നമ്മൾക്ക് മനസ്സിലാവും. നമ്മൾക്ക് ഇനി ഒരുപാട് ആ വെള്ളത്തിനെ കുറിച്ച് പറയാനുണ്ട്, നമുക്ക് പുറത്ത് പറയാനുണ്ട്. അപ്പൊ നമ്മൾക്ക് വരുന്ന 1 വയസ്സ് കുട്ടി അല്ലെങ്കിൽ ഒരു ഗർഭിണി ഒഴികെ ബാക്കി എല്ലാവർക്കും, നമുക്ക് വരുന്നവർക്കും എല്ലാവർക്കും ഈ വെള്ളം കുടിക്കുക. ഞങ്ങള് 5 ലിറ്ററിന്റെ ഓരോ ബോട്ടിലായിട്ട് 5 കുപ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ പാചകം ചെയ്യാൻ വേറെ കുടത്തിലെ വെള്ളം, ഇതിങ്ങനെ അത് ഒഴിച്ചുകൊണ്ടേയിരിക്കും. അതാരാ കഴിയുന്നത്, നമ്മളില്ലെങ്കിൽ ആരാ ഉള്ളവര് ഒഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ടേബിളിൽ എപ്പോഴും നിറഞ്ഞു വെള്ളം ഉണ്ടാവും. നമ്മൾക്ക് കാലുവേദന തോന്നിയാൽ വെള്ളം ഒഴിക്കണം, തലമുടി കഴുകണു, കണ്ണ് കഴുകണു, ഗ്ലാസ് നമ്മൾ മുമ്പ് മൊബൈൽ നോക്കാനും പേപ്പർ വായിക്കാനും ഗ്ലാസ് വെക്കണം. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ നമ്മൾക്ക് ഇത്ര 224 ആള് കയറിയിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരും റിസൾട്ട് പറയാൻ നിന്ന അപാരമാണ്. നമ്മൾക്ക് ഈ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും ഈ ബയോട്ടോറിയത്തിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല നമുക്ക്. അപ്പം എന്തായാലും ഇത്ര നേരം സമയം നിന്ന് എല്ലാവരും നമ്മളുടെ കേട്ടതിന് നന്ദി. ഒരുപാട് നമസ്കാരം, നന്ദിയുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ മാഡം, താങ്ക് യു. ഇത്രയും മിറാക്കിൾ റിസൾട്ട് വന്ന മാഡത്തിന് എന്താ പറയാ, വലിയ ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട്, ഇത് കൃത്യമായിട്ട് മാഡം പറഞ്ഞു, അത് ഉപയോഗിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ വിശ്വസിച്ച് ഉപയോഗിച്ചാൽ ഇത്ര വലിയ റിസൾട്ട് വരും എന്ന്. അത് എനിക്കും അനുഭവത്തിലൂടെ തന്നെയാണ് ഞാനും പറയുന്നത്. അത്രയ്ക്ക് റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും റിസൾട്ട് വേഗം തന്നെ വന്ന് പറയാം. മാഡത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് അടുത്ത ആളെ ക്ഷണിക്കും. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ട്. എന്നെ ഒരുമിച്ച് ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാൻ സുനിൽ അശോകൻ, എറണാകുളം വൈപ്പിൻ സ്വദേശിയാണ്. അപ്പൊ എനിക്കിപ്പോ തൊട്ടടുത്ത് ഒരു 3 ദിവസമായിട്ടുള്ളു എന്റെ
അമ്മായിയുടെ മകൻ KSRTC ബസ്സിലെ ഡ്രൈവറായിരുന്നു. അപ്പൊ അവൻ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് അവിടെ ബൈക്കിലാണ് വരുന്നത്. അപ്പൊ റോഡിൽ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോ പെട്ടെന്ന് ഫ്രണ്ടിലെ വണ്ടി ചവിട്ടിയപ്പോ അവൻ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വണ്ടി പെട്ടെന്ന് വീഴാതിരിക്കാൻ അവൻ ചവിട്ടിയത് സൈലൻസർ മേപ്പ്. അപ്പൊ കാല് ശരിക്ക് അവന്റെ പൊള്ളി. അപ്പൊ ഞാൻ ഇവരോട് പ്രൊഡക്റ്റിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും അവര് കറക്റ്റ് ആയിട്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞ സമയത്ത് പറഞ്ഞു ഇങ്ങനെ കാല് പൊള്ളിയിട്ട് വീട്ടിലിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി നമ്മുടെ വാട്ടർ പാഡ് കാലുമ്മ കെട്ടി കൊടുത്ത്. അപ്പൊ ശരിക്ക് അവര് മരുന്ന് പെരട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാട്ടർ പാഡിന് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല. പക്ഷെ നീരുണ്ടായിരുന്നു കാലുമ്മ. ആൾക്ക് പനി വന്നിട്ട് മരുന്ന് വാങ്ങിച്ചിട്ടാണ് പിറ്റേ ദിവസം വന്നത്. പക്ഷെ നമ്മുടെ ഈ വാട്ടർ പാഡിന്റെ ഇത് കെട്ടിയതിന് ശേഷം ഞാൻ വൈകിട്ട് വിളിച്ചു ചോദിച്ചിട്ടോ ആ നീരെല്ലാം പോയി. അപ്പൊ ഇന്ന് എറണാകുളം POPയിൽ വെച്ച് അവർക്ക് പ്രൊഡക്റ്റ് ഞാൻ സെയിൽ ചെയ്തു 10,700. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരന് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, എറണാകുളത്ത് ഓടിക്കുന്നത്, മനു എന്നാണ് പേര്. ആ കൂട്ടുകാരന് ഇതേപോലെ ഓവർ 112 കിലോ ഉണ്ട് ആള്. അപ്പൊ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന് ഞാൻ ഇടയ്ക്ക് ഇതായി കഴിഞ്ഞിട്ട് ഇന്ന് ആ കൂട്ടുകാരനും പ്രൊഡക്റ്റ് നമ്മുടെ മനോജ് സാറാണ്, ഗ്രേറ്റ് ലീഡർ മനോജ് സാറിന്റെ കയ്യിൽ നിന്നാണ് ഈ 3 പേർക്ക് ഇന്ന് പ്രൊഡക്റ്റ് കൊടുത്തത്. പക്ഷെ വേറെ ഇത് പറയാനുള്ളത്, എൻ്റെ താഴെ ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു അനിതാ മേഡം ഉണ്ട് എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഒരു അക്കൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ അനിയത്തിക്ക് ഒരു ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോ അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകാനുള്ള, സ്വന്തം നമ്മുടെ റിലേറ്റീവ്സിനോട് നമ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞാല് അവരത് ഇതാകൂല. അങ്ങനെ ഞാനൊരു ദിവസം അവർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഡോക്ടറെ കാണാൻ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന് അവർക്ക് ഡെമോൺസ്ട്രേഷൻ കൊടുത്ത് നമ്മുടെ വാട്ടർ പാഡിന്റെ 3 തുള്ളി വെള്ളം ഇട്ടിട്ടാണ് ഞാൻ നമ്മുടെ ഡെമോൺസ്ട്രേഷൻ കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞത് കൈയിന്റെ പുറത്ത് 3 തുള്ളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കൈക്ക് നമുക്ക് ശക്തി, മൊബൈലിന്റെ റേഡിയേഷന്റെ ശക്തി ഇത്രയും അതിന് കുറക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ അകത്തേക്ക് ഇത് 3 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം മിറാക്കിൾ റിസൾട്ട് ആയിരിക്കും കിട്ടണേന്ന് പറഞ്ഞ ശേഷം അവര് വെക്കും ഇന്ന് പ്രൊഡക്റ്റ് നമ്മ അവിടെ വെച്ച് കൊടുക്കുക. അപ്പൊ ഇന്ന് മനോജ് സാറിന് 3 പ്രൊഡക്റ്റ് അവിടെ വെച്ച് മനോജ് സാറിന്റെ ആണ് കൊടുത്തത്. അപ്പൊ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഇതേപോലെ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനെ വിളിച്ചിട്ട് പോയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുത്ത് അവർ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആൾക്കാർക്ക് ഇതിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിലേക്ക് കയറിയത്. അപ്പൊ ഓക്കെ, താങ്ക് യു. സാർ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മള് ചിലപ്പം പറഞ്ഞാൽ ചിലര് അത് അംഗീകരിച്ചോണമെന്നില്ല. അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മുടെ ഫാമിലിയിലൊക്കെ നമ്മുടെ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ലീഡേഴ്സിലൂടെ നമുക്കിത് ജനങ്ങളിലേക്ക് വേഗം എത്തിക്കാൻ സാറിന് ഇനിയും ഒത്തിരി പ്രൊഡക്റ്റുകൾ എത്തിച്ചുകൊണ്ട് നല്ല ഇതിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ആളെ ക്ഷണിക്കും. ഓഡിബിൾ ആണ് മാഡം? മാഡം, എന്റെ പേര് സഫിയ അബ്ബാസ്, മൂവാറ്റുപുഴയാണ് എന്റെ വീട്. സോറി, മൈക്ക് മ്യൂട്ടായി പോയി. കേൾക്കാം മാഡം? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അപ്പം ഞാനും എന്റെ ഹസ്ബൻഡും ഫാമിലി സപ്പോർട്ടോടുകൂടി നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഈ ബെറ്റർ ബിസിനസ് ഏറ്റെടുത്തിട്ട് 1 വർഷത്തോളമായി. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്നു. മൂവാറ്റുപുഴയാണ് ഞങ്ങളുടെ വീട്. അപ്പൊ ഞാൻ ഒരുപാട് പേർക്ക് പ്രോഡക്റ്റുകൾ കൊടുത്തു, റിസൾട്ടുകളുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് റെഫർ ചെയ്ത് പ്രോഡക്റ്റ് സെയിൽ ആവുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കാതെ ഇന്ന് എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ഈ മീറ്റിംഗിൽ കയറിയത്. എന്താന്ന് വെച്ചാല്, ഇന്ന് രാവിലെ ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോ എനിക്ക് പെട്ടെന്ന് ചങ്കിനകത്ത് ഒരു പ്രയാസം പോലെ വന്നിട്ട് തലച്ചോറിലേക്ക് വന്നിട്ട് എനിക്ക് പെട്ടെന്നൊരു വൈബ്രേഷൻ. ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോഴും ആ വിഷമം ചെറുതായിട്ടുണ്ട്, എങ്കിൽ പോലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വേഗം അടുക്കളയില്, ഇപ്പൊ ഫ്രിഡ്ജിന്റെ മുകളിലാണ് നിൽക്കുന്ന, ഈ ഫ്രിഡ്ജിന്റെ മുകളിലേക്ക് കൈ പിടിച്ചിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ നിന്നപ്പോഴത്തേക്ക് വേഗം ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇക്ക എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വന്നു. വേഗം ഇക്ക ആ റിസ്റ്റ് ബാൻഡ് എടുത്തുനിന്ന് എന്റെ കയ്യിൽ കെട്ടുകയും നമ്മുടെ പില്ലോ മാറ്റ് കൊടുന്ന് എന്റെ ചങ്കിനകത്ത് ചേർത്ത് വെച്ച് ഒരു 10 മിനിറ്റ് ഞാൻ കസേരയിൽ ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ബുദ്ധിമുട്ട്
നന്നായിട്ട് പെട്ടെന്ന് ആ മാറിപ്പോയി. അപ്പൊ ഞാൻ ഇക്കാട് പറഞ്ഞു നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ വില നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എന്ത് നേരെ മറിച്ച് നമ്മൾ അത് യൂസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു, അപ്പൊ തന്നെ ECG എടുക്കുന്നു, പിന്നെ ബ്ലോക്ക് എന്ന് പറയുന്നു. ബിസിനസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സാണ്. അപ്പൊ തന്നെ കാഷ്വൽ ICUലേക്ക് കയറ്റുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത് സാധാരണ. പക്ഷെ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ ആ വ്യത്യാസം, അത് എനിക്ക് അനുഭവം ഉണ്ടായ ഒരു കാര്യമാണ് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആളുകളിലേക്ക് റെഫർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം ഇന്ന് കൊറോണ വാക്സിൻ എടുത്ത പല ആളുകളും സഡൻ ഡെത്തിലേക്ക് പോകുന്നു. ഇതിന്റെയൊക്കെ കാരണം ബ്ലഡ് കട്ടയാവുന്നതാണ്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുന്നു. അപ്പൊ അതുമൂലം ബ്ലോക്ക് സ്ട്രോക്കിനെയൊക്കെ തടയുന്നു. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെ എല്ലാവരിലേക്കും നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞ് ലീഡേഴ്സിൽ നിന്നും കിട്ടുന്ന വാക്കുകൾ പഠിച്ച് മനസ്സിലാക്കി ആളുകൾക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. അപ്പൊ താങ്ക് യു മാഡത്തിനെ. എനിക്ക് പരിചയമില്ല എങ്കിലും മാഡത്തിന്റെ നല്ലൊരു ചിരി പോസിറ്റീവാണ്. എന്തായാലും നന്നായിട്ട് വരട്ടെ. താങ്ക് യു മാഡം. ഓക്കെ ഓക്കെ, മാഡത്തിന് ഒരു ബിഗ് സല്യൂട്ട് എന്റെ വക നൽകിക്കൊണ്ട് നമ്മുടെ ബയോഡോറിയത്തിന്റെ നല്ലൊരു പ്രൊമോട്ടറായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഇനിയും ഒത്തിരി ആളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഡത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താ പറയാ ഒരു വിജയം. ഓക്കെ, അടുത്തയാള് ഞാൻ ഈ പ്രൊഡക്റ്റ്, എന്റെ പേര് മുംതാസ് ആവർശ്ശേരിയാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ 3 വർഷത്തോളമായി. ഉപയോഗിക്കാൻ കാരണം എന്റെ ഉമ്മാക്കും ഉമ്മന്റെ അനിയത്തിക്കും ആയിട്ട് വാങ്ങിയതാണ്. അപ്പൊ ഉമ്മന്റെ അനിയത്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഇത് ഉപയോഗിച്ച് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മാറ്റങ്ങൾ വന്നു. പ്രശ്നം വെച്ചാൽ ഒരു ഓപ്പറേഷൻ ചെയ്തതിന് നട്ടെല്ല് പൊട്ട് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തതോടെ വറ്റ തളർന്നു പോയി. ഡോക്ടർ പറഞ്ഞു 3 മാസം കൊണ്ട് നടക്കാൻ കഴിയുന്നു. 1 വർഷം കഴിഞ്ഞിട്ട് നടന്നിട്ടില്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നുള്ള മക്കളുണ്ട്, എന്ത് ചെയ്യുന്ന ടെൻഷനിൽ നിൽക്കുകയാണ്. ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട്, എല്ലാം ഉറപ്പ് വെക്കാൻ വന്ന ഇഞ്ചക്ഷൻ അടിക്കുന്നുണ്ട്. പിന്നെ ടിവിന്റെ പ്രശ്നം വന്ന് അതിന് മെഡിസിൻ എടുക്കുന്നുണ്ട്. പിന്നെ ഷുഗർ, പ്രഷർ, ക്രിയാറ്റിന്റെ അളവ് കൂടി എല്ലാം കൂടി തളർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പ്രൊഡക്റ്റ് ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങളെ കയ്യിലെത്തിയതും. ഞാനത് ഉപയോഗിച്ചൊരു 10-15 ദിവസം തന്നെ ഉപയോഗിച്ചപ്പോൾക്ക് എല്ലാം സ്വന്തം ആവശ്യത്തിന് എണീച്ച് നടക്കൽ തുടങ്ങി. ഇന്നും മാഷാ അല്ലാഹ് എണീച്ചാൽ നടക്കുന്നുണ്ട്. ഗുളികകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു ഇൻസുലിൻ കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ കിടക്കുന്ന ഒരാൾക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു വിഷമം എന്തെങ്കിലും ജോലി ചെയ്ത് പുറത്ത് പോകുന്ന ഒരാളായിരുന്നു. അപ്പം വീട്ടിൽ തന്നെ അടങ്ങി നിന്നപ്പോ ടെൻഷനുകൾ ഉണ്ടായിരുന്നു. അപ്പം ചില സമയത്ത് പെട്ടെന്ന് ഷുഗർ കുടിക്കാളൂ. അതുകൊണ്ട് ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി ഒരു മരുന്നുകളും ഇല്ലാതെ പോകുന്നു മാഷാ അല്ലാഹ്. പിന്നെ വീട്ടിൽ ഉപയോഗിച്ച് ഉമ്മക്ക് തലകറക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രഷർ കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് മാറ്റമുണ്ട്. പിന്നെ വീട്ടിൽ എനിക്കാണെങ്കിലും യൂറിക് ആസിഡ് പ്രശ്നം, ചെറുപ്പം മുതൽച്ച രക്തപാതത്തിന്റെ ആളാണ്. അപ്പൊ അതിന് ഇടയ്ക്കിടയ്ക്ക് മരുന്നുകൾ കഴിക്കേണ്ടിയാണ്. ആയുർവേദ മരുന്ന് സ്ഥിരം കഴിക്കും. അപ്പൊ അതിനൊക്കെ വിമുക്തമായിട്ടുണ്ട്. പിന്നെ അലർജി, ചപ്പോളും ജലദോഷം തൊപ്പൊക്കെ ഇട്ട് ഇനി വിട്ട് മാറുകയില്ലായിരുന്നു. പിന്നെ ചുമ വന്നാൽ പറയും വേണ്ട, നല്ല ചുമയായിരിക്കും. അപ്പം ഒരു വെയിൽ തട്ടി പുറത്തു പോകാൻ പറ്റൂല അതിനോ. അപ്പൊ അങ്ങനത്തെ ഇതിനൊക്കെ എത്രയോ മാറ്റങ്ങൾ 1 വർഷത്തോളായി. ഒരു മെഡിസിനും ഇല്ലാതെ നമ്മൾ ഈ ബയോട്ടോറിയം തന്നെ എന്നോട് ചേർത്തുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നു. അപ്പം ഹസ്ബൻഡ് ആദ്യം ഇതിനെതിരായിരുന്നു. പിന്നെ ഒരു ഹസ്ബൻഡിന് ഓരോന്നോരോന്ന് കൊണ്ടുപോയി ഉപയോഗിച്ച് എന്ത് വന്നാലും ഹസ്ബൻഡിനും എന്തെങ്കിലും മുറി പറ്റിയാലും അത് പിന്നെ ബെൽറ്റ് കെട്ടി കൊടുക്കും, വെള്ളം ഒഴിച്ച് കഴുകും. പിന്നെ കൊന്നാളിപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് നിൽക്കുന്ന എണ്ണത്തുനിന്ന് ഒരു വേദന വന്നു. വില്ലാപ്പയുടെ അടുത്ത് ഞാൻ അതിനകത്ത് വെച്ച് കിടന്ന് അപ്പോൾ വേദന കുറഞ്ഞു പറഞ്ഞു. എന്തിനും അതാണ് ഞങ്ങളെല്ലാവരെയും മരുന്നുകൾ. പിന്നെ എൻ്റെ കുട്ടിക്കാണെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന, അപ്പോൾ അവൾക്കും പെട്ടെന്ന് അലർജിന്റെ പ്രശ്നം വന്ന് കണ്ണിന് ചൊറിച്ചില്, കണ്ണ് വേദന, വെള്ളരിക്കലൊക്കെ ആയിട്ട് അങ്ങനെ വാട്ടർജിപ്പോഴും വേറിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതും പോരാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ലീവില് വന്ന സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന ലീവിന് വന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി കണ്ണാശുപത്രി. അപ്പൊ അവിടെ ഡോക്ടർ ഇല്ലാത്ത കാരണം കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് അപ്പൊ രാത്രി ഹസ്ബൻഡ് പറഞ്ഞ് മോക്ക് എല്ലി എടുക്കുന്ന ബെഡ് ഓളൊക്കെ എടുത്തതാണ്. ഇങ്ങനെ അന്ന് രാത്രിയോളം ബെഡൊക്കെ എടുത്തി. പിന്നെ വെള്ളം കുടിക്കുകയും വെളുത്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് ഒരു കുഴപ്പമില്ല മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ കുറച്ച് ആളുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ ഈ
ഞങ്ങളെ നബിദിന ദിവസത്തിന് അന്ന് പെട്ടെന്ന് ഞങ്ങൾ ഈ ഘോഷയാത്ര കണ്ടു നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീണ്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഞാൻ എന്റെ കയ്യിലുള്ള റിസ്റ്റ്പാഡ് കഴിച്ചിട്ട് കുട്ടീനെ കൈമ കെട്ടി കൊടുത്ത് പലരോടും താങ്ങി പിടിച്ചെടുത്ത വീട്ടിലേക്ക് കെട്ടി ബെഞ്ചിൽ കെടുത്തുകയാണ് പോലെ. അപ്പൊ ആ കെടുത്തുന്ന സമയത്ത് ഞാനിതാ കെട്ടിയപ്പോ കുട്ടികൾ കെടുക്കലും പെട്ടെന്ന് കൂട്ടി എണീച്ചത്. അത് കയ്യിലുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ആ കുട്ടീനെയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോകും, ഗ്ലൂക്കോസ് കയറ്റി ഇഞ്ചക്ഷൻ അടിക്കും, അല്ലെങ്കിൽ മരുന്നിലേക്ക് പോകും. അപ്പൊ നമുക്ക് എവിടെ ആയാലും ഈ പ്രൊഡക്റ്റാണ് നമുക്ക് വലുത്. പിന്നെ അതുപോലെ വീട്ടിൽ നിന്ന് എന്ത് തന്നെ ഉമ്മാക്ക് നല്ലതാണോ രാവിലെ എണീച്ച കൊണ്ട് താടിക്ക് നല്ല നീര് വന്നിട്ട് തൂങ്ങിക്കിടക്കുക. അപ്പം ഇതെന്താ ഉമ്മ എനിക്ക് ഇവിടെ ഞാൻ ചൊറിയുന്നുണ്ട്. അപ്പൊ ഞങ്ങളാണ് കാണുന്ന നീര് വന്നിട്ട് കിടക്കുന്നല്ലേ. അപ്പൊ ഞാൻ എന്തായാലും വേണ്ടി നമ്മളെ റിസ്റ്റ്പാഡ് നമ്മളെ അപ്പൊ അത് വെച്ചാൽ ഓണ് കെട്ടിക്കൊടുത്ത് അങ്ങനെ വെള്ളം ഒഴിച്ച് കിഴിയിൽ കൊടുത്ത് ഇത് വെച്ച് കെട്ടിയും കൊടുത്ത് അങ്ങനെ അന്ന് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾക്ക് കുറച്ച് മാറ്റം കണ്ടു. പിന്നെ പിറ്റേന്നും അത് തന്നെ ചെയ്ത് അന്ന് രാത്രിയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പിറ്റേന്നും ഇത് തന്നെ എന്ത് ഒരു അപ്പൊ നമ്മളൊരു വിഷവൈദ്യരത്തെ കൊണ്ടുകൊണ്ട് എന്താ കഴിച്ച എന്താണെന്നുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് പലതിലും ഞാൻ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്ത് വന്നാലും ക്രിസ്റ്റബേർഡ് വെള്ളം തന്നെയാണ് നമ്മുടെ ഉപയോഗം. ഓക്കെ മേഡം ഇതേപോലെ തന്നെ ഞാനും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് വന്നാലും നമ്മൾ ഒരു പരിധി വരെ ഹോസ്പിറ്റൽ ഇല്ലാതെ ഈ ഒരു പ്രൊഡക്റ്റിലൂടെ നമുക്ക് മുന്നേറാൻ പറ്റുന്നുണ്ട്. മേഡത്തിന്റെ റിസൾട്ട് അപാര റിസൾട്ട് തന്നെയാണ്. അതെന്ന് വെച്ചാൽ എന്ത് വന്നാലും മേഡം ആ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് ആശുപത്രി എന്നുള്ളൊരു തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ മേഡത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തയാള്. സമയം കളയരുത്, നമ്മള് ഈ റിസൾട്ട് പറയാൻ സമയം കളയരുത്. ഇപ്പൊ മേഡം ഹസ്ബൻഡിന്റെ ഞാനൊരു ജസ്റ്റ് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് അല്ല, എന്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഞാൻ എന്റെ റിസൾട്ട് നിർത്തുകയാണ്. ഞാൻ പറയാം. ഇപ്പൊ മേഡം ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഹസ്ബൻഡ് ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. എല്ലാവരും റിസൾട്ട് പറയാൻ പെട്ടെന്ന് വരാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റിസൾട്ട് പറയാം. ഇപ്പം ഞാൻ മോന്റെ അടുത്ത് ഖത്തറിലേക്ക് പോയ സമയത്ത് ഇവിടെ വരികയും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു പുള്ളിക്ക് ഇതിലൂടെ റിസൾട്ട് വരുമെന്നോ ഒന്നും. മുട്ട് മാറ്റി വെക്കണം എന്നുള്ളൊരു അവസ്ഥയിലാണ് പുള്ളി ഇവിടെ വരുന്നത്. ആ ഒരു അവസ്ഥയിൽ വേദന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അവിടുന്ന് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും ഞാൻ അവിടെ പുള്ളി അതിന് തയ്യാറായില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ മോള് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ട്രെയിനിൽ 2-3 ദിവസം യാത്രയും കാര്യങ്ങൾ വന്നുകൊണ്ട് നല്ല പെയിനിൽ വീട്ടിലേക്ക് കയറാൻ പോലും കൈപിടിച്ച് കയറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അന്ന് ഞാന് സ്ഥലത്തില്ല, ഓൾറെഡി എന്താ പറയാ തൊടുകൂടി ഒരു വർക്കിലായിരുന്നു. മോള് പറഞ്ഞുകൊണ്ട് മാത്രം അനുസരിച്ച് ഏതായാലും ചാച്ചേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്, എനിക്കൊക്കെ നല്ല റിസൾട്ട്, മോൾക്കൊക്കെ ഹോസ്പിറ്റൽ കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞതായിരുന്നു. അത്രയ്ക്ക് റിസൾട്ട് മോളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ തീരെയല്ല, അത്രയ്ക്ക് റിസൾട്ട്. ഇയർ ബാലൻസ് പോയ സ്പോട്ടിൽ ഞങ്ങൾ ബേബിയിലേക്ക് എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന മോളെ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ജലസ്വരം വന്നാൽ ഇയർ ബാലൻസ് അങ്ങനെ പോവാറില്ല. അതുകൊണ്ട് തന്നെ മോൾക്ക് നല്ല വിശ്വാസമായി. അതുകൊണ്ട് അവള് പറഞ്ഞതുകൊണ്ട് മാത്രം ഹസ്ബൻഡ് അത് വേഗം വാട്ടറഞ്ചിപ്പാട് എടുത്ത് കാലിൽ കെട്ടിക്കൊടുത്തു. ഞാൻ വരുമ്പം ഞാൻ വെളുപ്പിനെയാണ് എത്തുന്നത്. അപ്പം കുപ്പിയിൽ പാട് കണ്ട് എവിടെയെന്ന് ചോദിച്ചു പറഞ്ഞ അച്ഛന്റെ കാലിൽ കെട്ടി കൊടുത്തേക്കുക. എന്തായാലും അത്ഭുതമായ മിറാക്കിൾ റിസൾട്ട് ആണ് വന്നത്. 3 ദിവസം കൊണ്ട് ആ കാലിന് ഞാൻ പറഞ്ഞ ജസ്റ്റ് പിന്നെ മുട്ട് മാറ്റി വെക്കാൻ പറഞ്ഞ കാല് ആ രീതിയിലൊക്കെ പറഞ്ഞൊരു കാലിഞ്ഞ് നിന്റെ ഈ വാട്ടറഞ്ചിപ്പാടെന്നൊക്കെ പറഞ്ഞ വ്യക്തി 3-4 ദിവസം മുട്ടിൽ ഞാൻ കെട്ടിക്കൊടുത്തുള്ളൂ. അപ്പൊ സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കോൺട്രാക്ട് വർക്ക് എടുക്കുന്ന ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം പണിക്കാരെ നോക്കി എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അത്രയ്ക്കും നമ്മുടെ വീട്ടിലെ റിസൾട്ട് പോലും മതി. വേറെ പുറമെ കൊടുത്ത റിസൾട്ട് നമ്മൾക്ക് പറയാനുള്ള ടൈമില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അവസരം തരുന്നത്. അതുകൊണ്ട് എല്ലാരും ഈ അവസരത്തെ വിനിയോഗിക്കുക, റിസൾട്ട് പറയുക. പറഞ്ഞോളൂ വേണം, കേൾക്കുന്നുണ്ട്. എന്റെ പേര് റെമിമോൾ, മാളയിലാണ് വീട്. ഞാൻ ഏകദേശം 3 വർഷത്തിലധികമായിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ആദ്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ നല്ല കിതപ്പായിരുന്നു. അതിനൊക്കെ റിസൾട്ട് കിട്ടി. അതിനുശേഷം കാര്യം നമ്മുടെ റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് പുറമെ ആളുകൾ അന്നൊക്കെ ആർക്കും അധികം ആയിട്ടില്ലല്ലോ. അപ്പൊ പുറമെ ആള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുരിദാറിന്റെ ഉള്ളിലൊക്കെയാണ് കെട്ടിയിരിക്കാറ്. പക്ഷെ ഒരിക്കൽ എനിക്കൊരു അനുഭവം ഉണ്ടായത്, എന്റെ അയൽവക്കത്തുള്ള ഒരു ചേച്ചിക്ക്
പെട്ടെന്ന് തന്നെ ആൾക്ക് നെഞ്ചിലൊരു വിഷമം എന്ന് പറയുന്ന ആള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അപ്പൊ ആ സമയത്ത് ഞാൻ പെട്ടെന്ന്, അപ്പൊ എന്റെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് മോളോട് പറഞ്ഞ് ആ റിസ്റ്റ് ബാൻഡ് എടുത്ത് കൊണ്ടുവരിച്ച് അത് കെട്ടി കൊടുക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി. ആ ഹോസ്പിറ്റലിലേക്ക് ഞാനും കൂടെ പോയി. അതിനോടൊപ്പം അത് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഈ ആള് നിശ്ചലാവസ്ഥയിലായിരുന്ന വ്യക്തി കൈയൊക്കെ അനക്കാൻ തുടങ്ങി. എന്റെ കൈമ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. അപ്പൊ ആള് സാധാരണഗതിയിലോട്ട് മാറി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേനും തന്നെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ സിറ്റുവേഷനിലല്ലായിരുന്നു. ഹോസ്പിറ്റലിൽ സ്ട്രക്ചറിലോട്ട് ആള് തന്നെ കയറി ഇരുന്ന് കിടന്നൊക്കെയാണ് കയറിയത്. അപ്പൊ അത്രയും മാറ്റം വന്നു. അതിനുശേഷം ഞാൻ ഒരിക്കലും എന്റെ റിസ്റ്റ് ബാൻഡ് ഞാൻ കാണാത്ത ഭാഗത്തിന് കിട്ടാറില്ല. എവിടെ പോയാലും എന്റെ കൈമളുണ്ടാവും. അതിന്റെ ഒരു ഇതുപോലെ തന്നെ ഒരു കാര്യം ഉണ്ടായത്, ഞങ്ങൾ ഒരു സിസ്റ്റർ മരിച്ചിട്ട് എന്റെ ഒരു കുർബാനയായിരുന്നു. സിസ്റ്റർ മരിച്ചത് അറ്റാക്ക് വന്നിട്ടായിരുന്നു. പക്ഷെ സ്കൂളില് PTA ഉണ്ടായിരുന്ന ആളെ ഞാനപ്പോ ഒരു ടീച്ചർ ഈ ഇതേപോലെ തന്നെ കുർബാനയ്ക്കിടയില് കുഴഞ്ഞ് വീണില്ലേ, താഴെ വീഴുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ചുപേര് കൂടി ടീച്ചറെ പിടിച്ച് മേളില് ഇരുത്താൻ പറ്റിയില്ല, പക്ഷെ താഴെ തന്നെ കിടത്തി. പക്ഷെ അപ്പോഴത്തേനും മറ്റുള്ള ടീച്ചേഴ്സ് എല്ലാവരും ആവിട്ട് കരയാൻ തുടങ്ങി. ആ ഒരു അനുഭവം ഓർത്ത് പെട്ടെന്ന് എന്റെ കൈമ, ഞാൻ റിസ്റ്റ് ബാൻഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു, എന്റെ കൈമ റിസ്റ്റ് ബാൻഡ് ഊരി ഞാൻ ടീച്ചർക്ക് കെട്ടിക്കൊടുത്തു. ടീച്ചർ കൈമ കെട്ടി സമാധാനമായിട്ട് ഇരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിച്ച് ഏകദേശം 2 മിനിറ്റിനകം തന്നെ ടീച്ചർ കണ്ണുറന്നു എന്നുള്ളതാണ്. ആള് കോൺഷ്യസ് ആയി. ആള് പെട്ടെന്ന് ആളെ എഴുന്നേൽപ്പിച്ച് നമുക്ക് ബെഞ്ചിൽ ഇരുത്താൻ പറ്റി. അങ്ങനെ ആള് ഇതായി. അതുപോലെ തന്നെ ഞാൻ കനകമല കുരിശുമുടി കയറാൻ പോകുമ്പോ വഴിയിൽ വെച്ചിട്ട് തളർന്നു വീണ് കിടക്കാണ്. രണ്ടു പേർക്ക് അങ്ങനെ പോയിപ്പോ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവര് എഴുന്നേറ്റ് പോയതിന് ശേഷമാണ് ഞാൻ എന്നിട്ട് ഇറങ്ങി വന്നതൊക്കെ. അങ്ങനെ പലവട്ടം 7 പേർക്ക് എനിക്ക് അങ്ങനെ ആശ്വാസം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ താങ്ക് യു എല്ലാവരും റിസൾട്ടുകൾ വേഗം പറയാ. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ മാഡം, വെരി കൺഗ്രാജുലേഷൻ. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാഡം ആദ്യം ബെൽറ്റ് കയ്യിൽ ഒളിച്ച് പാത്തും ചെയ്തുകൊണ്ടിരുന്ന ഒരു മാഡമാണ് ഇത്രയും ധൈര്യം കാണിച്ചുകൊണ്ട് എല്ലാവരിലേക്കും ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ, എന്താ പറയാ, അത് ആ സ്പോട്ടിൽ തന്നെ അതിനുള്ള ഒരു ധൈര്യം കാണിക്കാനും എനിക്ക് പോലും ചിലപ്പോ അതിനൊന്നും ധൈര്യം വരാറില്ല. അതിനകത്ത് പെട്ടെന്ന് നമുക്കൊരു ഷോക്ക് വരുമ്പം അത് കാണിക്കുന്ന മാഡത്തിന് ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിലൂടെ തന്നെ എത്രയോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ, അടുത്ത ഒരു ചെറിയ റിസൾട്ട് ഇന്ന് കിട്ടിയതാണ് മാഡം. ഞങ്ങള് നീ പാഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറിയ നീ പാഡ് കൊടുത്തിട്ട് ഒരു 2-3 ആഴ്ച കഷ്ടിയായിട്ടുള്ളൂ. അപ്പൊ ആ ചേച്ചിക്ക് കാലിന്റെ മുട്ടയിൽ ഭയങ്കര നീരും, അതുപോലെ ആള് പറഞ്ഞത് മുട്ടുകാല് ഇങ്ങനെ കൊക്കാൻ പറ്റത്തില്ലായിരുന്നു. ആള് ഒരു കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണ് അവരുടെ സ്വന്തം കടയില്. അപ്പൊ ആള് കാണിച്ചു തരണേ, എന്റെ കാലിപ്പം നല്ല ആശ്വാസമായി, എനിക്ക് കാലിങ്ങനെ തിരിക്കാം. ആള് കാലൊക്കെ പൊക്കി കാണിച്ചു തരുന്നു. അതുപോലെ ആള് പറയണ കിടക്കുമ്പോ ആൾക്ക് തിരിഞ്ഞ് കിടക്കാൻ, കാലിങ്ങനെ മാറ്റി വെച്ച് കിടക്കാൻ പോലും പറ്റത്തുണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചെറിയ പ്രോഡക്റ്റുകൾ പോലും അത്രത്തോളം റിസൾട്ടുകൾ ഉണ്ട് എന്ന് പറയാണ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഇതാണ് പറയാൻ തുടങ്ങിയാൽ ആർക്കും റിസൾട്ട് തീരില്ല, പക്ഷെ കടന്നു വരാൻ മടി കാണിക്കുന്നത്. ഇത്രയ്ക്കും റിസൾട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ദൈവം അങ്ങോട്ട്, എന്താ പറയാ, ദൈവം യേശുക്രിസ്തു പറഞ്ഞത് നമ്മളൊരു വാക്കാലും തൊട്ടും ഒക്കെ സുഖപ്പെടുത്തിയിരുന്നു. അതേപോലത്തെ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും റിസൾട്ട് പറയാനും ഒരു മടിയും കാണിക്കാതെ കടന്നു വരുന്ന എല്ലാവർക്കും ഒരു സല്യൂട്ട് നൽകുന്നുണ്ട്. അടുത്തയാളെ വേഗം ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, നമസ്കാരം, എന്റെ പേര് സിന്ധു, ഞാൻ കോഴിക്കോട് NIT ആണ്. ഇപ്പൊ റിസൾട്ട് ഇങ്ങനെ പറയാതിരിക്കാൻ ഇങ്ങനെ കഴിയില്ല. ഞാൻ കുറെ മുന്നേ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി പറയാണ്. എനിക്ക് ഇപ്പം അസുഖം ഇല്ലാന്ന് തന്നെ പറയാം. എനിക്കുണ്ടായ പ്രധാന ഒരു ഇത് കൈക്ക് തരിപ്പായിരുന്നു. തരിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു അസുഖം അല്ലെങ്കിലും നമ്മൾ സ്ത്രീകൾക്ക് അടുക്കളയിൽ ജോലി എടുക്കുമ്പോ പച്ചക്കറി അരിയുന്ന സമയത്തൊക്കെ കൈ അങ്ങോട്ട് സ്റ്റക്കായി പോയിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിയണം, എന്നാലേ പിന്നെ അടുത്ത് എന്തെങ്കിലും ഒരു ജോലി എടുക്കാൻ പറ്റും. അത്രയും ഒരു ഇതില് വരുന്നതാണ്.
അങ്ങനെയുള്ള സമയത്താണ് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അമ്മയ്ക്കായിരുന്നു, ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് മേടിച്ചു പ്രൊഡക്റ്റ്. അപ്പം റിസൾട്ട് കിട്ടിയപ്പോൾ പിന്നെ എനിക്കും മേടിച്ചു. അങ്ങനെ ഈ കൈയിന്റെ തരിപ്പ് മാറി. പിന്നെ കൂടാതെ എനിക്ക് തൈറോയിഡിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ടായി. അപ്പൊ തൈറോയിഡിന്റെ ഞാന് അലോപ്പതി കഴിക്കാറില്ല പൊതുവെ. അത് എനിക്ക് അത്ര വലിയ ഇതില്ല. അതുകൊണ്ട് ഞാൻ ആയുർവേദവും ഒന്നുകിൽ ഹോമിയോ ആണ് കഴിക്കാറ്. അപ്പം ആയുർവേദം കഴിച്ചപ്പോൾ അവര് പറഞ്ഞത് അലോപ്പതിയിലേക്ക് മാറാൻ, കാരണം ഈ തൈറോയിഡ് മെഡിസിൻ തന്നെ ചെയ്യണം എന്നാണ്. അപ്പൊ ഞാൻ എന്തായാലും ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അപ്പൊ ഈ അലോപ്പതി മരുന്നും കഴിച്ച് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തൈറോയിഡ് വന്നാൽ എനിക്ക് മുടികൊഴിച്ചിലാണ് കൂടുതല്, പിന്നെ തടി കൂടുക, അങ്ങനെ പിന്നെ വന്നത് ഭയങ്കര ക്ഷീണ, സംസാരിക്കാൻ പറ്റാത്ത മാതിരി കിതപ്പ് വരിക, അങ്ങനത്തെ ഒക്കെ ഒരു പ്രോബ്ലം. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചേരെ ഈ ക്ഷീണവും എനിക്ക് നല്ല എനർജി ആയി. പിന്നെ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറി നല്ല എനർജി ആയപ്പം എനിക്ക് തന്നെ തോന്നി എന്റെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ തൈറോയിഡ് നല്ല, പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം അത് നോർമലായി. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ഒരു മഹത്വമാണ്, നമുക്ക് എന്തൊക്കെ അസുഖങ്ങളാ അതിലൂടെ മാറുകയെന്ന്. അതോ പിന്നെ ഇപ്പൊ പറയാ, അതേപോലെ ഈ അടുത്ത് തന്നെ കൈ ചെറുതായി കുക്കറിന്റെ മുകളിൽ വെച്ച് പൊള്ളിപ്പോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു നോക്കി. അപ്പൊ ആ വെള്ളം ഒഴിച്ചപ്പോ അതെന്താ വെച്ചാല് ആ പൊള്ളി കഴിഞ്ഞാലുള്ള പൊക്കളിടുന്നതും ഒഴിവായി, ആ നീറലും അപ്പം തന്നെ മാറി. അപ്പൊ ഒരു അത്ഭുത പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മളെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും ഓരോ റിസൾട്ട്. ഓക്കെ, ഞാൻ റിസൾട്ട് എന്ന് പറയാന്ന് വിചാരിച്ചു. താങ്ക് യു. താങ്ക് യു. ഒരു പ്രാവശ്യം പറയാൻ മടി കാണിക്കണ്ട. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ജനങ്ങളിലേക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ റിസൾട്ടുകളും എപ്പോഴും മടി കാണിക്കാതെ വന്ന് പറയുന്ന മാഡത്തിനെ ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് അടുത്ത ആളെ ഞാൻ ക്ഷണിക്കും. മാഡം പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കുന്നു. എന്റെ പേര് ഹൈമവതി. ഓക്കെ. ഹൈമവതി കോഴിക്കോട് കട്ടാങ്ങലിലാണ് വീട്. കേൾക്കുന്നുണ്ടോ മാഡം? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ഞാന് പിന്നെ ഹസ്ബൻഡിന് വാങ്ങിച്ചതായിരുന്നു. അപ്പൊ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കലായിരുന്നു. പിന്നെ എനിക്ക് ഈ അസുഖം പറയാൻ ഒന്നും രണ്ടോ ഒന്നല്ല, പല അസുഖങ്ങളാണ് എനിക്ക്. അപ്പം കാര്യമായിട്ട് കൈ കോടും, കൈ പെന്ന് പിടിച്ചെഴുതുന്ന സമയത്തൊക്കെ, അത് ചെറിയ കുട്ടിയാവുമ്പോഴേ ഉള്ളതാ. പെന്ന് പിടിച്ചെഴുതുന്ന സമയത്തൊക്കെ. കേൾക്കുന്നുണ്ടോ മാഡം? അപ്പൊ കൈ കോടും പെന്ന് പിടിച്ചെഴുതുന്ന സമയത്ത്. പിന്നെ എന്തൊരു ജോലി എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല. രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ കാല് കോടിയിട്ട് ഈ രണ്ട് കാലും നമ്മളെ ചേരിപ്പൊളി എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ട്. അതൊക്കെ നേരെയായി കിട്ടാൻ കുറെ പ്രയാസമാണ്. ഹസ്ബൻഡ് ഞാന് അയ്യോന്ന് പറയുമ്പോഴേക്ക് എഴുന്നേറ്റ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ബാമോ അതൊക്കെ തേച്ച് ചൂട് പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം. മരുന്ന് പലതും കഴിച്ചത്. എന്റെ അച്ഛൻ തന്നെ ഒരു ആയുർവേദ ഡോക്ടർ, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഒക്കെ ആയിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ്. അച്ഛന്റെ പരമാവധി അച്ഛൻ ഏത് സമയത്ത് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്ന ചെറുതാവുമ്പോഴേ അതൊക്കെ ഉപയോഗിച്ച് പോകുന്നതാണ്. പക്ഷെ എന്റെ അസുഖത്തിന് ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ചെറിയ കുട്ടിയാവുമ്പോഴേ എനിക്ക് മേല് മുഴുവൻ ചൊറിയായിരുന്നു. അതൊക്കെ അവസാനം മാറിയതെന്ന് പറഞ്ഞാൽ കാലില് വലിയ വലിയ കുരു, എല്ല് കാണിയിരുന്നു മരുന്ന് വെക്കുമ്പോ. അപ്പൊ അങ്ങനെ ഉണ്ടായ കുരുകളും അത് കാലഘട്ടം മുഴുവൻ എനിക്ക് അസുഖങ്ങൾ തന്നെയാണ്. അതിന്റെയൊക്കെ ക്ഷീണം എത്ര ഇതായാലും ഞാൻ ഒരു എനർജറ്റിക് ആയിട്ട് എന്നെ കാണാൻ പ്രയാസാ. അപ്പൊ അങ്ങനെ ഈ ഇത് പിന്നെ നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയാരെ ഈ കാലിന് കോടുന്നില്ല. എത്രയോ അത്ഭുതമാണ് കാല് കോടാൻ. അപ്പം ഹസ്ബൻഡ് മരിച്ചുപോയി. പക്ഷെ ഈ പ്രോഡക്റ്റ് കൊണ്ട് ഞാൻ എത്രയോ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പൊ. കൈയും കാലും കോടുന്നില്ല. ഞാൻ വീട്ടിലെ പറമ്പിലെ ജോലിയും ചെയ്യുന്നുണ്ട്, അടുക്കളയിലെ വീട്ടിലെ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്റെ മോള് ടെൻഷന്, അവൾക്ക് സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഡോക്ടർ ഇങ്ങനെ അതിന്റെ പിന്നെ അളവ് കൂട്ടിയെടുത്ത സമയത്ത് ഇവള് ഉറങ്ങുന്നില്ല, എന്നിട്ടും ഉറങ്ങുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇത് വിരിച്ചു കൊടുത്ത്. അപ്പൊ അന്ന് അവള് സുഖമായിട്ട് ഉറങ്ങി. പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്ത് സ്ലീപ്പിംഗ് പിൽസ് തീർത്തും ഒഴിവാക്കിയിട്ടാ പോകുന്നത്. അങ്ങനെ ഇപ്പം ആൾക്ക് ഒരു കുഴപ്പമില്ല. അത് സുഖമായിട്ട് ഉറങ്ങും, നേരത്തെ എഴുന്നേൽക്കും ചെയ്യും. 5:30-6 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൾ എഴുന്നേൽക്കും, അവളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല.
ഞാന് ഈ പ്രോഡക്റ്റിനെ പറ്റി പിന്നെ കൊടുത്തവർക്ക് 5-8 പേരിലേക്കൊക്കെ എത്തിച്ചു. അവരൊക്കെ നല്ല റിസൾട്ടായി. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല നമ്മൾക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിന് വേറെ ഒന്നും ഇല്ല. മരുന്നില്ലാതെ നമ്മള് ഈ ചിലരൊക്കെ ഈ കയ്യില് ഈ റിസ്റ്റ് ബാൻഡ് കെട്ടുന്ന ഒരു നാണക്കേടായിട്ടൊക്കെ എന്റെ അടുത്ത് പറയും. പക്ഷെ അവർക്ക് അറിയൂല നമ്മൾക്കുണ്ടാവുന്ന ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒരു സുഖത്തിനെ പറ്റി അവർക്ക് അറിയൂല. അതാണ് എന്തുകൊണ്ടും നല്ലൊരു പ്രോഡക്റ്റ് ആണിത്. ശരി മാഡം. വേറെ പറഞ്ഞില്ലേ നമ്മള് എന്താ പറയാ ഒരു പ്രൊഡക്റ്റ് 2 പേര് യൂസ് ചെയ്ത നമുക്ക് പറയാനോ അപ്പൊ അത്രയ്ക്കും റിസൾട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരു പ്രോഡക്റ്റ് കൊണ്ട് തന്നെ 2 പേര് യൂസ് ചെയ്തതിന് ശേഷമാണ് വേറെ പ്രോഡക്റ്റ് അവർ വാങ്ങിയത്. എങ്കിൽ പോലും അത്രയും റിസൾട്ടുകൾ, അതും ഒരു അച്ഛൻ ഒരു ആയുർവേദ ഓഫീസർ, എന്നിട്ടും അവർ ഈ പ്രൊഡക്റ്റിനെ വിശ്വസിച്ച് അത് യൂസ് ചെയ്ത് ഇപ്പം അത്രയ്ക്കും റിസൾട്ടിലൂടെ മിറാക്കിൾ റിസൾട്ടിലൂടെ പോകുന്ന മാഡത്തിന് ഒരു നല്ല സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ ഹലോ, പറഞ്ഞോളൂ സാർ, പറയാം, കേൾക്കാം. എന്റെ പേര് സത്യൻ. ഞാൻ കോഴിക്കോട് RIC ആണ്, NIT ഘട്ടങ്ങൾ. ഇപ്പൊ സംസാരിച്ച ഹൈമാവതി മാഡം അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിരുന്നത് ഞാനായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം പറയാൻ കാരണം അവർ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർക്ക് കിട്ടിയ റിസൾട്ട് ഇന്ന് അവരിലൂടെ ഒരു പ്രൊഡക്റ്റ് ഇന്ന് വേറെ കൊടുക്കാൻ പറ്റി. കാരണം അവർ കൊടുത്ത പ്രൊഡക്റ്റ് ഞങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാനും ഈ മാഡം കൂടി ആ വീട്ടിൽ പോയ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം. കാരണം ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു വീട്ടിൽ നിന്നും കിട്ടിയ ഒരു അനുഭവം ഭയങ്കര വല്ലാതെ വിഷമിപ്പിച്ചു. കാരണം ആ വീട്ടിലേക്ക് കയറാൻ പോലും ആ ഗൃഹനാഥൻ സമ്മതിച്ചില്ലാണല്ലോ. ഈ പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയാണ്, ഇതുപോലുള്ള പല തട്ടിപ്പും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എനിക്കതൊന്നും കേൾക്കണ്ട, നിങ്ങളൊന്നും കേൾക്കാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. ആ വീട്ടില് അയാളുടെ വൈഫ് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. പക്ഷെ വൈഫിനെ പറയാൻ അയാൾ സമ്മതിച്ചില്ല. ഞങ്ങളോട് കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല. അപ്പൊ ആ വൈഫ് പറഞ്ഞ്, നിങ്ങൾ പോയിക്കോളി, ഇപ്പോ ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞിട്ട് അത് വാങ്ങിപ്പിക്കാം എന്ന് പറഞ്ഞു. കാരണം ഇയാളൊരു പ്രത്യേക മൈൻഡുള്ള ആളാ. അപ്പൊ ഇവര് പറഞ്ഞ ഇതിലൊന്നും അയാള് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇറങ്ങിപ്പോന്ന് പിന്നെ ഈ പറഞ്ഞ പ്രകാരം ഇവരുടെ അനിയത്തി ഈ പ്രൊഡക്റ്റ് ആവശ്യപ്പെടുകയും അനിയത്തി ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഇവർക്ക് കൊണ്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ലേഡി ഇത് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച സമയത്ത് അവർക്ക് ഒരുപാട് റിസൾട്ട് കിട്ടി. കാരണം റിട്ടയർഡ് ആയിട്ടുള്ള വില്ലേജിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു മാഡമായിരുന്നു. അവർക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ലേഡി. കാരണം ഇദ്ദേഹം വാങ്ങിച്ചു കൊടുക്കൂല. ഇദ്ദേഹം എന്തിനേയും കാരണം പണം മുടക്കേണ്ടത് ഇദ്ദേഹം ആയതുകൊണ്ട് ഇയാള് ഇത് ചെയ്തിരിക്കും. പക്ഷെ ഇദ്ദേഹം പണം മുടക്കേണ്ട ആവശ്യമില്ല, ഇവർക്ക് പെൻഷൻ ഉണ്ട്, ഇവരെന്നെ വാങ്ങിക്കാൻ തയ്യാറായിട്ടും ഇയാൾ സമ്മതിച്ചില്ല. പക്ഷെ ഇത് എന്റെ പൈസയാണല്ലോ, ഞാൻ ഉപയോഗിക്കും എന്നുള്ള ഒരു നിർബന്ധപ്രകാരമാണ് അവർ വാങ്ങിച്ചതും ഉപയോഗിച്ചതും. പക്ഷെ അവർ ഉപയോഗിച്ചതുകൊണ്ട് ഇന്നിപ്പോ ആ വീട്ടിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവർ ജീവിക്കുന്നു. ഈ പറഞ്ഞ അനിയത്തി അതുപോലെ തന്നെ ഇവർക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം വേറൊരു അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് വേണ്ടി വാങ്ങിയ പ്രൊഡക്റ്റും അത് മറ്റുള്ളവർക്ക് കൊടുത്ത് ഉപയോഗിപ്പിച്ച് അവർക്കൊക്കെ റിസൾട്ട് കിട്ടി. ഇന്ന് അനിയത്തി ഒരു പ്രൊഡക്റ്റ് ആവശ്യപ്പെട്ടിട്ടാണ് അത് കൊണ്ടുകൊടുത്താണ് ഞാൻ വന്നത്. അപ്പൊ ഈ ഒരു കാര്യമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചു നേരത്തെ ഇവിടെ പറഞ്ഞ സിന്ധു മാഡം എൻ്റെ വൈഫാണ്. അവര് ഈ റിസൾട്ട് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന സമയത്ത് ആരാണ് ഇപ്പൊ നിങ്ങളെ പറ്റിച്ചത് എന്നുള്ള ചോദിച്ചിരുന്ന ആളിൽ നിന്നും ഇത്തരത്തിലുള്ള റിസൾട്ട് കേൾക്കുമ്പോൾ അല്ലെ, തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇതേമാതിരി തന്നെ ആയിരിക്കും പല വീടുകളിൽ നിന്നുള്ള സ്ഥിതി എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടാളുണ്ടെങ്കിൽ രണ്ടാളെയും വിളിച്ചിരുത്തി പറഞ്ഞെങ്കിലേ മാത്രമേ അതവിടെ കൺവിൻസ് ആവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിന്റെ സ്ഥിതി. കാരണം നമ്മൾ വീട്ടിൽ റോഡുമെന്നോ അവിടെ നിന്ന് ഇവിടുന്ന് ഒന്നും പറഞ്ഞത് കൊണ്ടൊന്നും ആരും സ്വീകരിക്കില്ല. കാരണം നമ്മൾ വീട്ടിലിരുത്തി അതിന് ഡെമോ കാണിച്ചു കൊടുത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് എടുക്കാൻ തയ്യാറാവുള്ളൂ. വാങ്ങി വെച്ചെങ്കിൽ മാത്രമേ അതിന്റെ റിസൾട്ടും മനസ്സിലാക്കുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ, വെരി വെരി താങ്ക് യു. അത് കാരണം എന്താന്ന് വെച്ചാൽ സാർ ഇപ്പൊ പറഞ്ഞേ
ആ ഒരു അനുഭവത്തിലൂടെ തന്നെയാണ് നമ്മളിപ്പോ ഹസ്ബൻഡ് അങ്ങനെ വിശ്വസിക്കണമെന്നില്ല, പക്ഷെ ഇപ്പം പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സാറിനും ഇതേ രീതിയിൽ പ്രവർത്തിച്ച് ഇത്രയും ജനങ്ങളിൽ അത് തന്നെയാണ് നമ്മളിപ്പോ ഒരാളോട് ചെന്ന് പറയുമ്പോൾ അവര് കൃത്യമായിട്ട് അത് അംഗീകരിച്ചോണമെന്നില്ല, പക്ഷെ എങ്കിലും ഇത് ദൈവത്തിന്റെ കയ്യപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അത് എത്തേണ്ടവരിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ ദൈവം നമ്മളോട് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു രീതിയിലൊക്കെ സാറ് ഇതൊരു പ്രൊമോട്ടറായിട്ട് ഇതിന്റെ ഒരു പ്രൊമോട്ടറായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് സാറിന് ഞാൻ എല്ലാ വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. ഒരു നമ്മുടെ ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 പേർക്കൂടെ ഒരു ചാൻസ് തരുന്നു. 9:30 മനോജ് സാറ് ടൈം പറഞ്ഞത്, എങ്കിലും സാറിന്റെ അനുവാദത്തോടെ ഒരു 2 പേർക്കൂടെ ഒരു ചാൻസ് ഞാൻ തരുന്നുണ്ട്. ഗുഡ് ഈവനിങ് മാഡം. എന്റെ പേര് ഡിൽജ, സ്ഥലം ചേലേമ്പ്ര. ഞാന് പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് വെരിക്കോസിന് വേണ്ടിയായിരുന്നു. എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തില് ഞാന് ഇതുപോലെ വെരിക്കോസ് ഉള്ള ആളുകൾക്കൊക്കെ കൊടുത്തു. അത് വെച്ചാല് നല്ല അൾസർ പോലുള്ളത് പൊട്ടി ഒലിക്കുന്ന വെരിക്കോസ് ആയിരുന്നു. അതിനൊക്കെ നല്ലൊരു മാറ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയത്. പിന്നെ എനിക്കിപ്പം പ്രൊഡക്റ്റ് കൊടുത്തതില് ഒരു അമേസിങ് റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. അതായത് മൂക്കില് ദശ വന്നിട്ട് ശരിക്കും ശ്വാസം ഉറങ്ങുന്ന സമയത്ത് ശ്വാസം കിട്ടാത്ത രീതിയിൽ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് മാഗ്നറ്റ് തരുന്നുണ്ടല്ലോ സെപ്പറേറ്റ് ആയിട്ട്, അപ്പൊ അത് ടവലില് ഇങ്ങനെ മടക്കി വെച്ചിട്ട് മൂക്കിന്റെ മുകളിൽ വെച്ചിട്ട് കെട്ടി കിടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അതുപോലെ അവര് ചെയ്തു. ശരിക്കും അവരുടെ ശ്വാസത്തിന് ക്ലിയർ ആയിട്ട് അത് റെഡിയായി. അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സൗണ്ട്, ഒരു ശ്വാസം കിട്ടാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയില് കിടന്ന് കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് നല്ലൊരു മാറ്റം കിട്ടിയിട്ടുണ്ടെന്ന് അവരെടുത്ത് ഞാൻ പോയ സമയത്ത് അവരെന്നോട് പറഞ്ഞു. അപ്പൊ ആ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ റിസൾട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള റിസൾട്ടുകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ പങ്കുവെക്കുമ്പോഴാണ് മറ്റുള്ള ആളുകളിലേക്ക് ഇത് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കിട്ടിയ ഓരോ റിസൾട്ടുകളും വ്യത്യസ്തമായ റിസൾട്ടുകളാണ് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും മാഡം പറഞ്ഞു, ആരും എന്താ റിസൾട്ട് കിട്ടിയിട്ട് പറയാതെ മടിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിലൊരു വിഷമം തോന്നുകയാണ്. എല്ലാവരും കടന്നു വരിക, എല്ലാവർക്കും ഇതൊരു ഗുണമായി മാറട്ടെ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാഡം. ലാസ്റ്റ് നിമിഷത്തിലാണെങ്കിലും മാഡം കിട്ടിയ ഒരു റിസൾട്ട് എന്നുവെച്ചാൽ നമ്മുടെ റിസൾട്ടുകൾ നമ്മളെപ്പോഴും പറയുന്നതാണ്, ഞാനും ചിന്തിക്കാറുണ്ട് നമ്മളെപ്പോഴും പറയുന്നതല്ലേ എന്ന്. പക്ഷെ നമ്മൾക്ക് ഓരോ റിസൾട്ടും കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഇങ്ങനെ ഒരു സൂമിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇത് എല്ലാ വിധത്തിലും നമ്മൾ കൂടുതൽ നമുക്ക് സമ്പത്ത് നമുക്ക് ദൈവമായിട്ട് എന്താ പറയാ ഒരു നിയോഗമാണ് അത് എത്തുന്നത്. അത് ഈ രീതിയിലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ എത്തിക്കാൻ എല്ലാവരിലേക്കും നമ്മൾക്ക് കിട്ടിയ ഒരു അനുഭവം ഒരു മടിയും കാണിക്കാത്ത മാഡത്തിന് ഒരു വിക്സലുകിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ നൽകിക്കൊണ്ട് അടുത്ത ഒരൊറ്റ ആൾ കൂടെ ചാൻസ് ഉണ്ട്. വേഗം കടന്നു വരും. ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് മാഡം. ഞാന് ആനി വെള്ളിപ്പറമ്പ്, ആനി റോബർട്ട്. ഇനി ഞാന് ഒരു വർഷമായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എനിക്കിത് കിട്ടുന്ന സമയത്ത് എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നം, ഒരു ആക്സിഡന്റില് കൈ ജോയിന്റ് വിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എന്നിന്റെ ദേഹം മുഴുവൻ വേദന, എല്ലാ അസുഖങ്ങളും ഉള്ള സമയത്താണ് എൻ്റെ അയൽവാസിയായ വിലാസിനി മാഡം ഈ പ്രൊഡക്റ്റ് എനിക്ക് കൊണ്ടുപോയി തന്നത്. ഇത് വാങ്ങുമ്പോ തീരെ താല്പര്യം ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ 7 വീതം ഗുളിക കഴിക്കുന്ന ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്ത് മാറ്റം ഉണ്ടാവാനാണ്. ഞാൻ ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ വാങ്ങി നോക്ക്, നിനക്കല്ലേ രാത്രി ഉറപ്പൊക്കെ കുറവൊക്കെ ഉള്ളത്, നീ വാങ്ങി ഉപയോഗിക്കെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് വാങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോ നല്ല രീതിയിൽ എനിക്ക് ഉറക്കം കിട്ടി. തീരെ ഉറക്കല്ലായിരുന്നു, രാത്രി വേദന കൊണ്ട് ഉറക്കം കിട്ടി. പിന്നെ എനിക്ക് ഒരു മാസത്തിന്റെ അടുത്ത് ആയപ്പോ വെരിക്കോസിന്റെ അത് നല്ല മാറ്റം എനിക്ക് ഉണ്ടായത്. നേരം ഇങ്ങനെ വെയിനൊക്കെ നല്ല ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു പ്രാവശ്യം
വെയിന് പൊട്ടിയിട്ടുമുണ്ട്. പക്ഷെ ഇത് ഉപയോഗിച്ചോടുകൂടി ആ വെയിനൊക്കെ അമർന്ന് നല്ല രീതിയിൽ വേദന കുറഞ്ഞ് എനിക്ക് ശരീരവേദന കുറഞ്ഞ് എന്നതിന്റെ ശേഷം എൻ്റെ ഹസ്ബൻഡും മേടിച്ച്, ഹസ്ബൻഡിന് ക്രിയാറ്റിൻ്റെ അളവുണ്ടായിരുന്നു 4 പോയിന്റ് ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചതിന്റെ ശേഷം 1.2 അതും ഭയങ്കര മിറക്കിൾ അനുഭവം ഉണ്ടായത്. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ വീട്ടില് 5 പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ, മകള്, പിന്നെ ഹസ്ബൻഡ്, അമ്മ പിന്നെ ഇപ്പൊ 2 ആഴ്ച മുന്നെയാണ് മരണപ്പെട്ട. അമ്മയ്ക്ക് നിക്കാഡിയ എന്ന് പറഞ്ഞ ഒരു മരുന്നു, ആസ്തലിൻ ഗുളിക. പക്ഷെ ഈ വെള്ളം മാത്രം ഞാൻ കൊടുത്തിട്ട് ആ ഗുളികകൾ 2 അമ്മയ്ക്ക് നിർത്താൻ പറ്റി. പക്ഷെ വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ടാണ് അമ്മ പിന്നെ മരണപ്പെട്ടത്. അതുവരെ അമ്മ 20 വർഷം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആള് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ മുതൽ അമ്മയ്ക്ക് ഈ വെള്ളം മാത്രം കൊടുത്തുകൊണ്ട് ആ ആസ്തലിൻ ഗുളികയിൽ നിന്ന് നിക്കാഡിയ ഗുളിക നിർത്തി. അതിലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ മകൾക്ക് ഓവർഡോസ് മരുന്ന് കുടിച്ചിട്ട് പിത്തസഞ്ചി അടഞ്ഞിട്ട് വേദന വന്നിട്ടുണ്ടെങ്കിൽ പിത്തസഞ്ചി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ ഡോക്ടർ. അന്ന് ഞാൻ വളരെ വേദനപ്പെട്ടിരുന്നു. പക്ഷെ എനിക്കൊരു ധൈര്യം, ഞാനും ഏട്ടനും ഉപയോഗിച്ച് ഇത്രയും റിസൾട്ട് കിട്ടിയ ഞാന് മകളോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ ബെഡ് വാങ്ങാന്ന്. എന്തോ മനസ്സിൽ ധൈര്യം ഉറപ്പിച്ച് ആ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച്. ഡോക്ടർ പറഞ്ഞു എന്തായാലും പെയിൻ വരും, അതെന്തായാലും റിമൂവ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഞാൻ മകളെ കൊണ്ട് മോക്ക് അന്ന് തന്നെ വാങ്ങി 2 മാസം ഉപയോഗിച്ച് 3-ാം മാസമായപ്പോ ഒക്കെ പീരിയഡ്സിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ഡേറ്റിലൊക്കെ ആവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് ചെയ്തപ്പോ പിത്തസഞ്ചിയില് പിത്തെല്ലാം പോയി ക്ലീൻ ആയി എന്ന് ഡോക്ടർ പറഞ്ഞു. അതില് ഭയങ്കര അത്ഭുതമാണ് എനിക്ക്. സന്തോഷവും അത്ഭുതവും കണ്ണു നിറഞ്ഞു പോയി ആ സമയത്ത് ഡോക്ടർ പറഞ്ഞപ്പോ. അത്രയും മിറക്കിളായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആണ്. ഇന്ന് ഞാൻ 30 പേർക്കോളം ഞാൻ കൊടുത്ത് അവരിൽ നിന്നെല്ലാം നല്ല നല്ല റിസൾട്ടാണ്. ഇനി ഞാൻ കൊടുക്കാൻ, അമ്മേന്റെ പ്രശ്നം കൊണ്ട് ഞാൻ കുറച്ച് ബാക്കോട്ടേക്ക് നിന്ന്, അമ്മ കിടന്ന കിടപ്പിലൊക്കെ ആയിരുന്നു. ഇനി ഞാൻ ആക്റ്റീവായിട്ട് ഇറങ്ങണം. എന്നെപ്പോലെ അറിയാതെ അങ്ങനെ ഓരോരുത്തർ രോഗങ്ങളായിട്ട് കഴിയുന്ന അവരിലൊക്കെ എത്തിക്കണം എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ മുന്നോട്ട് വരും. എന്തായാലും അത്രയും നല്ല റിസൾട്ടാണ്. ഇന്ന് പലരോടും പറഞ്ഞ അയൽവക്കക്കാരെന്നെ 10-15 ആള് മേടിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളും ബന്ധുക്കളും അങ്ങനെ കുറച്ചൊക്കെ കൊടുത്ത് വരുന്നു. ഇനി ഞാൻ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. അതുകൊണ്ട് ഈ വൈറ്റോറിയം നല്ലൊരു പ്രൊഡക്റ്റാണ്. എല്ലാവരും ഇത് ഉപയോഗിച്ച് എല്ലാവരുടെ വീട്ടിലും ഇത് എത്തിക്കണം തന്നെയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അത് ദൈവം സഹായിക്കട്ടെ. എന്തായാലും വൈറ്റോറിയം ചെയ്യും. ഓക്കെ, താങ്ക് യു മാഡം. മാഡത്തിന്റെ ആ ആഗ്രഹം ദൈവം നിർവൃത്തി നമ്മൾ ജനങ്ങളിലേക്ക് എത്താൻ, കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. അതെന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു മിറാക്കിൾ റിസൾട്ട് കിട്ടിയ ഒരു മാഡമാണ്. അത് പറയുമ്പോ തന്നെ നമുക്ക് ആ റിസൾട്ട് കേൾക്കുമ്പോൾ, ആദ്യമൊക്കെ ഞാനും ഫസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാറ്റം വന്നിട്ട് പോലും നമുക്കൊരു വിശ്വാസക്കുറവ് വരും. അത് സ്വാഭാവികമായും ഉള്ളതാണ് എല്ലാവർക്കും. പക്ഷെ ഇത്രയും ഓരോരുത്തരുടെ റിസൾട്ട് കേൾക്കുമ്പോൾ കണ്ണിക്കട വെള്ളം ഒഴുകുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എല്ലാവരും ജനങ്ങളിലേക്ക് വേഗം എത്തിക്കാനും ജനങ്ങൾക്ക് അത് ഒരു നമ്മളിലൂടെ ദൈവം ഒരു നിയോഗിച്ച പ്രവൃത്തിയായത് ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പം മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു മടിയും കൂടാതെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ജനങ്ങളിലേക്ക് അറിയിക്കാനും ഇതുപോലെ സൂമുകളിൽ പറയാനും എല്ലാവർക്കും സാധിക്കട്ടെ. മടി കൂടാതെ എല്ലാവരും എപ്പോഴും ഇതിനകത്തേക്ക് നല്ലൊരു പ്രവർത്തനത്തിലൂടെ നമുക്ക് വിജയിച്ച് നമുക്ക് സാമ്പത്തികമായിട്ടും എന്താ പറയാ ആരോഗ്യപരമായിട്ടും ഒക്കെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് എൻ്റെ ഒരു പ്രത്യേക ഒരു പ്രാർത്ഥനയോടെ ഈ സൂം ഇനി ആരും റിസൾട്ട് പറയാൻ മുന്നോട്ട് സമയം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ആർക്കെങ്കിലും അങ്ങനെ ഒരു റിസൾട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൂടെ ഞാൻ തന്നുകൊണ്ട് ഇത് കൺക്ലൂഡ് ചെയ്യുന്നതായിട്ട് സമയം കഴിഞ്ഞതുകൊണ്ട് പറയുകയാണ്. ആർക്കെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കൂടെ ഇനിയും ഞാൻ ചാൻസ് തരാം. മനോജ് സാറിന്റെ അനുഭവത്തോടെ തന്നെയാണ്. എല്ലാവരും ലാസ്റ്റ് നിമിഷത്തിൽ ഇങ്ങനെ പറയാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ, ആർക്കെങ്കിലും പറയാനില്ലെങ്കിൽ ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. മനോജ് സാർ എന്നോട് കൺക്ലൂഡ് ചെയ്തോളാം പറഞ്ഞതാണ്. അതുകൊണ്ട് ഓക്കെ, പറയാനുണ്ടെങ്കിൽ ഞാൻ സമയം തരും. പറയാണ്, രാവിലെ നമ്മുടെ സൂമിലേക്ക് എല്ലാവരും ഒരു എന്താ പറയാ, നമ്മുടെ രാവിലത്തെ സൂം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് എല്ലാവരും രാവിലത്തെ സൂമിലേക്ക് ഇതിലിരിക്കുന്ന ഒരു 197 വരണം, 100 സംതിങ് 110 ആളോളം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് അത്രയും പേരും ഇനി ഇതിനകത്ത് വരുന്നതും അല്ലാതെ എല്ലാവരും നമ്മൾ രാവിലത്തെ സൂം ഒരു അനാസ്ഥയും കൂടാതെ സൂമിലേക്ക് കയറാൻ വേണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്താ പറയാ എന്റെ ഒരു നല്ലൊരു പ്രാർത്ഥനയോടെ നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഇത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. ഈ ബയോട്ടോറിയം